Namaste. I heartily welcome you all to this program. And today I am going to discuss about BPAG 171. BPAG 171, Disaster Management Concepts and Institutional Framework. So today, Unit 7, okay, Disaster Relief and Response. അതായത് അപകടങ്ങൾ വന്നാൽ അതിൻ്റെ റെസ്പോൺസും എങ്ങനെയാണ് അതിനെ പറ്റിയാണ് ഇന്ന് യൂണിറ്റ് 7 ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഡിസാസ്റ്റർ റിലീഫ്, എങ്ങനെയാണ് റിലീഫ് മെഷേഴ്സ്, വാട്ട് ടൈപ്പ് ഓഫ് മെത്തഡോളജി വി ഹാവ് ടു അഡോപ്റ്റ്, ഏതെല്ലാം വിധത്തിൽ നമുക്കത് തരണം ചെയ്യാൻ പറ്റും, റെസ്പോൺസ് മെക്കാനിസം, അത് എങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യും ഓരോരോ കാര്യങ്ങൾ, കാരണം പ്രകൃതി നാച്ചുറൽ കലാമിറ്റീസ് ടൈമിൽ എങ്ങനെയാണ് അതിന് റെസ്പോൺസ് മെക്കാനിസം, അതിനെ പറ്റിയിട്ട്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ, എ ഡിസാസ്റ്റർ ഈസ് an event that occurs in most cases suddenly and unexpectedly. ഡിസാസ്റ്റർ എപ്പോഴും അൺഎക്സ്പെക്റ്റഡ്ലി ആണ് വരിക, അല്ലാതെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ വരുന്ന ഡിസാസ്റ്റർ. ഇപ്പോൾ ഫ്ലഡ് ആയിക്കോട്ടെ, സൈക്ലോൺ ആയിക്കോട്ടെ, ലാൻഡ് സ്ലൈഡ് ആയിക്കോട്ടെ, അൺഎക്സ്പെക്റ്റഡ്ലി ഇറ്റ് ഈസ് ഹാപ്പനിങ്, കോസിങ് സിവിയർ ഡിസ്റ്റർബൻസ് ടു ദി പീപ്പിൾ. ജനങ്ങൾക്ക് വളരെ അസൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു. ആൻഡ് ഓബ്ജക്ട്സ് ഓഫ് എൻവയറോൺമെന്റ്, റിസൾട്ടിങ് ഓഫ് ലോസ് ഓഫ്, അനവധി ആളുകൾ മരിക്കുന്നു, പ്രോപ്പർട്ടി അനവധി നഷ്ടപ്പെടുന്നു, ഹെൽത്ത്, ജനങ്ങൾക്ക് എന്താ ഹെൽത്ത് ഓഫ് ദ പോപ്പുലേഷൻ, അതായത് ഇപ്പോൾ വെള്ളപ്പൊക്കമാണെന്ന് വെച്ചാൽ അതിനുശേഷം പകർച്ചവ്യാധികൾ, ഇത് അനവധി പ്രശ്നങ്ങൾ, ഹെൽത്ത് പ്രോബ്ലം, ഓരോരുത്തരുടെ മാനസിക വിഷമങ്ങൾ, വീടും പോയി എല്ലാം പോയി എന്നുള്ള പല 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 വിധത്തിലെ കൗൺസിലിങ്, ഇതെല്ലാം വേണ്ടി വരും ജനങ്ങൾക്ക്. സച്ച് സിറ്റുവേഷൻ കോസ്, അതിൽ അനവധി ആളുകൾ ഇഞ്ചേർഡ് ആയിരിക്കും. ഹെൽപ്ലെസ്നെസ്, ആരും അവർ അച്ഛൻ പോയിട്ടുണ്ടാവും, അമ്മ പോയിട്ടുണ്ടാവും, ഭർത്താവ് പോയിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരാൾ മാത്രമേ ഉണ്ടാവും, അല്ലെങ്കിൽ കൊച്ചുകുട്ടി മാത്രമേ ഉണ്ടാവും. ഹെൽപ്ലെസ്നെസ് ആൻഡ് സഫറിങ് ആൻഡ് അഫക്റ്റിംഗ് ദ സോഷ്യോ എക്കണോമിക് സ്ട്രക്ചർ. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. ഇത്തരത്തിലുള്ളത് സോഷ്യോ എക്കണോമിക് സ്ട്രക്ചർ, നമ്മുടെ ഭാവി പരിപാടികളെല്ലാം താറുമാറാകും, സാമ്പത്തിക സ്ഥിതി വളരെ മോശമാകും. ഓഫ് എ റീജിയൻ ഓർ എ കൺട്രി ഓർ കോണ്ടിനെന്റ്, വൻകര, രാജ്യം, റീജിയൻ, to such an extent that there is a need for assistance or immediate external intervention from within the country or outside. ചില സമയത്ത് നമുക്ക് ഉള്ളിൽ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റാതെ വരും, ഔട്ട്സൈഡിൽ നിന്ന് ആളുകളെ, ഔട്ട്സൈഡത്തെ മറ്റുള്ള രാജ്യങ്ങളുടെ ആവശ്യങ്ങൾ നമുക്ക് വേണ്ടി വരും. ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ കോവിഡ് ടൈമിൽ ഇന്ത്യ വാസ് എക്സ്പോർട്ടിങ് മെഡിസിൻ, കോവാക്സിൻ ഓർ വാട്ട് എവർ ഇസ് ദാറ്റ് ടു ഫോറിൻ കൺട്രീസ്. അതേ പ്രകാരം അവിടെ നിന്ന് ഇങ്ങോട്ട്, അങ്ങനെ പല കാര്യങ്ങളും. ഇപ്പോൾ നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പോൾ ഫുഡ്, ഭക്ഷണ സാധനങ്ങളൊക്കെ പുറമേ നിന്ന് ഗൾഫ് കൺട്രീസ് നിന്നുള്ള കേരളത്തിലേക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലേക്ക്, അതേമാതിരി അവിടെ എന്തെങ്കിലും പ്രശ്നം, യുക്രൈൻ, നമ്മളിവിടുന്ന് അങ്ങോട്ട് ഗോതമ്പ് അല്ലെ, അതേമാതിരി ഒക്കെ. അപ്പം മ്യൂച്വൽ എയ്ഡ് ഈസ് വെരി എസെൻഷ്യൽ. റീസെൻ്റ്ലി നമ്മുടെ തമിഴ്നാട് ഗവൺമെൻറ്, ഇന്ത്യ ഗവൺമെൻറ് ശ്രീലങ്കയിലേക്ക് എത്രയോ ഷിപ്പ്, അതിൽ സാധനങ്ങൾ, കാരണം ഇവിടെ ദേ ആർ ഫേസിങ് ലോട്ട് ഓഫ് പ്രോബ്ലം ഡ്യൂ ടു വേരിയസ് റീസൺ. ഓക്കെ, അപ്പോൾ ഇൻ ദി പാസ്റ്റ് 20 കൊല്ലം, കഴിഞ്ഞ കൊല്ലം 20 കൊല്ലം കൊണ്ട് ഭൂമികുലുക്കം, ലാൻഡ് സ്ലൈഡ്, ഫ്ലഡ്, ട്രോപ്പിക്കൽ സ്റ്റോംസ്, സുനാമി ആൻഡ് അതർ കലാമിറ്റീസ് ഹാവ് കിൽഡ് അറൗണ്ട് 30 ലക്ഷം ആളുകൾ മരിച്ചു 20 കൊല്ലത്തിനുള്ളിൽ. ഇൻഫ്ലിക്റ്റഡ് ഇഞ്ചുറി വേറെ. ഇവിടെ ഇഞ്ചുറി പറഞ്ഞാൽ മരിക്കണം ഏറ്റവും നല്ലത്, കാരണം ചിലപ്പോൾ തലയിലേക്ക് ആയിരിക്കും, കയ്യെ കാലൊക്കെ പോയിട്ടുണ്ടാവും. ഡിസീസ് ഉണ്ട് പല കാര്യങ്ങളിലും. ഇതിനെതിരെ ഹോംലെസ്നെസ്, വീടില്ലാതെ വരും. ഭൂമികുലുക്കമൊക്കെ ഉള്ള സമയത്ത് വെള്ളം, ഫ്ലഡൊക്കെ, അവർ വീടന്നെ നശിച്ചു പോകും, എല്ലാം കടലെടുത്ത് പോകും, അല്ലെങ്കിൽ നദി. ആൻഡ് മിസറി, അവരുടെ ദുഃഖങ്ങൾ, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ, ഭക്ഷണം ഒക്കെ, വീടും ഇല്ലാണ്ട് അവരെ പുറത്തു പോകേണ്ടി വരും. അപ്പോൾ ഓൺ എമൗണ്ട് ഓൺ ബില്യൺ അതേഴ്സ് ആൻഡ് കോസ്റ്റ് ഡാമേജ് വർത്ത് ബില്യൺ ഓഫ് റുപ്പീസ്. അപ്പോൾ അങ്ങനെ അനവധി നഷ്ടങ്ങൾ, നാശനഷ്ടങ്ങൾ സംഭവിക്കും. ഡെവലപ്പിംഗ് കൺട്രീസ് ആ പർട്ടിക്കുലർലി, ഡെവലപ്പിംഗ് കൺട്രിക്കാണ് ഏറ്റവും കൂടുതൽ. എന്താ സംഭവിച്ചാൽ തിക്ലി പോപ്പുലേറ്റഡ് ആയിരിക്കും, ജനങ്ങള് വളരെ ഡെൻസിലി പോപ്പുലേറ്റഡ് ആയിരിക്കും. അപ്പോൾ അവിടെ വൾണറബിൾ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ പല എന്താ പറയണ്ടേ, ബിൽഡിങ്, അത് ഇൻഡസ്ട്രീസ്, അങ്ങനെയൊക്കെ വൾണറബിൾ ആയിരിക്കും. ബിക്കോസ് ദേ ഹാവ് ലിമിറ്റഡ് കപ്പാസിറ്റി ഓഫ് പ്രിവെന്റിങ്. അവർക്കത് എന്ത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത്?
4 പുറം കടലായിരിക്കും. കടലിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം വരും. ആ സമയത്ത് എന്താ പ്രിവെന്റ് ചെയ്യാൻ പറ്റണ? ആൻഡ് അബ്സോർവിങ് ദീസ് എഫക്ട്സ്. ഇനി പറയാനുള്ളത് നിങ്ങളുടെ പുസ്തകത്തിലുള്ളതല്ല, ശ്രദ്ധിക്കാം. അക്കോർഡിംഗ് ടു യുണൈറ്റഡ് നേഷൻ റിഫ്യൂജി ഏജൻസി, ഞാൻ അഡീഷണൽ ആണ് പറയുന്നത്, ബാക്കിയൊക്കെ പുസ്തകം ഒന്ന് വായിക്കുക കേട്ടോ. റീഡ് യുവർ ബുക്സ് പ്രോപ്പർലി. അവർ നല്ല സ്റ്റാൻഡേർഡുള്ള, എഗെയിൻ ആൻഡ് എഗെയിൻ ഐ ആം ടെല്ലിങ് യു, നല്ല സ്റ്റാൻഡേർഡുള്ള ബുക്കുകളാണ് ഈ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ. വായിച്ചേ പറ്റൂ. അല്ലാണ്ട് ചുമ്മാ നമ്മളെ കാഷ്വൽ അപ്രോച്ച് പറ്റില്ല കേട്ടോ. കാരണം ഇതിൽ കണ്ടമാനം ഇൻകോർപ്പറേറ്റ് ചെയ്തതിന്റെ ലേറ്റസ്റ്റ്. ഞാൻ എഗെയിൻ ഐ ആം ജസ്റ്റ് ടെല്ലിങ് യു. സോ അക്കോർഡിംഗ് ടു യുണൈറ്റഡ് നേഷൻ റിഫ്യൂജി ഏജൻസി ഹൈലൈറ്റഡ് ദ നിയർലി 5 മില്യൺ പീപ്പിൾ, 50 ലക്ഷം ആളുകള് ഇന്ത്യയില് വേർ internally displaced due to climate change. അതായത് UN ഇതിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 50 ലക്ഷം ജനങ്ങളെ നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻ കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് മാറി താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. 2021 റിപ്പോർട്ടാണത്. യുണൈറ്റഡ് നേഷന്റെ അവരുടെ ഏജൻസിയുടെ. അതായത് 5 million people in India were internally displaced due to climate change. ഇനി the annual global trade report by the United Nations agency highlighted that, അതായത് ഒരു ഗ്ലോബലി കൊല്ലത്തില് 1 കോടി അതായത് ജനങ്ങളെ forced to flee home last year. അവനവന്റെ സ്വന്തം വീട് വിട്ടിട്ട് 1 കോടി ജനങ്ങളെ 100 millions, okay? So million people were forced to flee. അവര് വീട്ടിൽ നിന്നൊക്കെ പോകേണ്ടി വന്നു. എന്തുകൊണ്ട്? നേച്ചറൽ കലാമിറ്റിയുടെ മാത്രമല്ല, വയലൻസ്. യുക്രൈനിൽ നോക്കൂ. അതിന്റെ പുറമെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ, അബ്യൂസസ് ആൻഡ് ഫുഡ്, ഭക്ഷണമില്ല, ഇൻസെക്യൂരിറ്റി. സോമാലിയ അതേമാതിരി ആളുകളെ മറ്റുള്ളവർക്ക് താമസം ഇപ്പൊ കണ്ടില്ലേ, യുക്രൈനിൽ എത്രയോ ലക്ഷം ജനങ്ങളാണ്, പോളണ്ടിലും മറ്റൊക്കെ. അപ്പൊ അങ്ങനെ സോ വാർ ഇൻ യുക്രൈൻ, ക്രൈസിസ് ആൻഡ് അതർ എമർജൻസീസ് ഫ്രം ആഫ്രിക്ക ടു അഫ്ഗാനിസ്ഥാൻ. അപ്പോ എന്താണ് പറയുന്നത് വെച്ചാൽ, UN ഏജൻസി റിപ്പോർട്ട് പ്രകാരം ആനുവൽ ഗ്ലോബൽ ട്രെൻഡ് 1 കോടി ജനങ്ങളാണ് സ്വന്തം വീട് വിട്ടിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത്. ഓക്കെ, നൗ ഇന്ത്യ സ്കോഡ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ക്ലൈമറ്റ് കണ്ടീഷൻ വളരെ വളരെ ഡേഞ്ചറസ് സിറ്റുവേഷനാണ് ഇന്ത്യയിലൊക്കെ. ഇന്ത്യ സ്കോഡ്, ഇത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. ഇത് ബുക്കിൽ ഇല്ലാത്തതാണേ. അതുകൊണ്ട് അഡീഷണൽ ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. കാരണം ജയിക്കാൻ വേണ്ടി മാത്രം പഠിച്ചാൽ പോരാ. അതായത് നോളജ്, എംപ്ലോയ്മെന്റ് ഓറിയന്റഡ് ആയിരിക്കണം. നിങ്ങൾക്ക് തൊറോ നോളജ് ഉണ്ടാവണം. ചിലപ്പോൾ നിങ്ങൾ സിവിൽ സർവീസിലോ വേറെ എവിടെയെങ്കിലും പരീക്ഷിക്കുക. ഇതൊക്കെ അത്യാവശ്യമായിട്ട് മോസ്റ്റ് റിലവന്റ് ആസ്പെക്റ്റ് ആണ് അവർ ചോദിക്കുക. ഫോർച്യുനേറ്റ്ലി നമ്മുടെ ബുക്കിൽ ആൾമോസ്റ്റ് എല്ലാം ഉണ്ട്. പക്ഷേ എങ്കിലും ഞാൻ അഡീഷണൽ ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നു. അതായത് ഇന്ത്യ സ്കോഡ് ഇന്നലത്തെ റിപ്പോർട്ടാണ്. സ്കോഡ് ദി ലോവസ്റ്റ് എമംഗ് ലോകത്തെ 150 രാജ്യങ്ങളിലെ 165ാമത്തെ സ്ഥാനമാണ് ഇന്ത്യ. എന്തിലറിയോ? എൻവയോൺമെന്റ് പെർഫോമൻസ് ഇൻഡെക്സില്, EPI എൻവയോൺമെന്റ് പെർഫോമൻസ് ഇൻഡെക്സില് 180 രാജ്യങ്ങളിലെ 165 സ്ഥാനമാണ്. അതൊന്ന് മനസ്സിലാക്കൂടെ എന്താന്ന്? അതായത് എൻവയോൺമെന്റ് പെർഫോമൻസ് പബ്ലിഷ്ഡ് ബൈ ദ റിസർച്ചേഴ്സ് ഫ്രം യാലി ആൻഡ് കൊളംബിയ യൂണിവേഴ്സിറ്റി. ഓക്കെ, അപ്പൊ ഇതില് പറയാനുള്ളത് വേറൊരു കാര്യം കൂടി. നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ, അതായത് 180 രാജ്യങ്ങളിലെ 165 സ്ഥാനമാണ് ക്ലൈമറ്റ് ചേഞ്ചിൽ നമ്മുടെ ഇന്ത്യ. 165ാമത്തെ സ്ഥാനം. അക്കോർഡിംഗ് ടു ദ റിപ്പോർട്ട്, ബൈ 2050 2050 ആകുമ്പോഴേക്കും 4 രാജ്യങ്ങള്, കൺട്രീസ്, ചൈന, ഇന്ത്യ, USA, റഷ്യ എലോൺ will be responsible for over 50% of the greenhouse gas emissions. ലോകത്തിലെ 50% നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസില് ഈ 4 രാജ്യം, ഇന്ത്യ, ചൈന, USA, റഷ്യ ആയിരിക്കും. അതൊന്ന്. ഇനി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മുടെ ഇതും കൂടി ഞാനൊന്ന് പറയട്ടെ. അതായത് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഹാബിറ്റേറ്റ്.
അതില് ഇന്ത്യ 180 രാജ്യങ്ങളിൽ 179 സ്ഥാനമാണ്. അതായത് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഹാബിറ്റന്റ് അതില് 180 രാജ്യങ്ങളിലെ 179 സ്ഥാനമാണ്, അതായത് ബയോഡൈവേഴ്സിറ്റിയില്. ഇനി അടുത്തത് എക്കോസിസ്റ്റത്തില് 180 രാജ്യങ്ങളിൽ 97 സ്ഥാനമാണ് എക്കോസിസ്റ്റം. ഓക്കെ. അടുത്തത് ഫിഷറീസില് 136 രാജ്യങ്ങളില് 42 സ്ഥാനമാണ്. ആസിഡ് റെയിനില് 180 രാജ്യങ്ങളില് 132 സ്ഥാനമാണ് ഇന്ത്യ. ഇതൊക്കെ ക്ലൈമറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാം കേട്ടോ. പിന്നെ അഗ്രികൾച്ചറിലെ 180 രാജ്യങ്ങളിലെ 70-ാം സ്ഥാനമാണ്. അത് കഴിഞ്ഞിട്ട് വാട്ടർ റിസോഴ്സസിലെ 141 രാജ്യങ്ങളിൽ 112-ാം സ്ഥാനമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എയർ ക്വാളിറ്റി, വളരെ 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 വെരി പ്രിക്കോറസ് ഡേഞ്ചറസ് തിങ്. എയർ ക്വാളിറ്റിയിലെ 180 രാജ്യങ്ങളിലെ 179-ാം സ്ഥാനമാണ് എയർ ക്വാളിറ്റി ഇന്ത്യയിലത്തെ. 180 രാജ്യങ്ങളിൽ 179 സ്ഥാനം എയർ ക്വാളിറ്റി. അത് കഴിഞ്ഞിട്ട് അതായത് നമ്മുടെ പാകിസ്ഥാൻ ആണ് നമ്മുടെ നേരെ മീതിയുള്ള ഒരേ ഒരു രാജ്യം. അടുത്തത് സാനിറ്റേഷൻ ആൻഡ് ഡ്രിങ്കിങ് വാട്ടറില് 179 രാജ്യങ്ങളിൽ 139-ാം സ്ഥാനം. ഹെവി മെറ്റൽസില് 180 രാജ്യത്തില് 174-ാം സ്ഥാനം. വേസ്റ്റ് മാനേജ്മെന്റില് 180 രാജ്യങ്ങളില് 151-ാം സ്ഥാനം. ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഇത് പറയാനുള്ളത്. ഓക്കെ, നൗ ഇൻട്രൊഡക്ഷനെ പറ്റി ഞാൻ പറഞ്ഞു. അടുത്ത് പിന്നെ വേറൊരു കാര്യം കൂടി ഇതിൽ പറയാനുണ്ട്. ഈ പല യൂണിവേഴ്സിറ്റിയിലും നമ്മുടെ കരിക്കുലത്തില് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കരിക്കുലം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ടു ക്രിയേറ്റ് എ സ്ട്രോങ് സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി കേപ്പബിൾ ടു ബി the potential catalyst of change, to build resilience. Okay, resilience in their അതായത് ഇതിനെ നമ്മുടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കരിക്കുലത്തിലും ചില മാറ്റങ്ങൾ ഓരോരോ കോളേജ്, യൂണിവേഴ്സിറ്റി, ഹയർ എഡ്യൂക്കേഷനിൽ നടപ്പിലാക്കുന്നുണ്ട്. അതായത് ഇറ്റ് വിൽ ഹെൽപ്പ് ദ സ്റ്റുഡന്റ് ടു അണ്ടർസ്റ്റാൻഡ് മോർ, ടു എങ്ങനെ ഫോർസീ, അതേമാതിരി ഭാവി അതേമാതിരി സുരക്ഷിതാക്കാൻ അഡ്ജസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ എങ്ങനെയാണ് ഇത് ഇത്തരത്തിലുള്ളതിൽ നമ്മൾ സ്റ്റെപ്പ് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. അപ്പോൾ ഇവിടെ പറയാനുള്ളത്, ഒരു ഡിസാസ്റ്ററിന് ശേഷം ഇമ്മീഡിയറ്റ് നീഡ് വളരെ ആവശ്യമാണ്. ഇമ്മീഡിയറ്റ് നീഡ്. അപ്പോൾ ഇമ്മീഡിയറ്റ് നീഡ് ആണ് ഒരു റിലീഫ് ടു ബി പ്രൊവൈഡഡ് ടു ദ വിക്ടിംസ്. അഫക്റ്റഡ് ആളുകൾക്ക്, അതായത് ഭക്ഷണം കൊടുക്കണ്ടേ, ഫ്ലഡ് ആയിക്കോട്ടെ, എർത്ത് ആയിട്ടെ, അവരൊക്കെ മണ്ണിൻ്റെ അടിയിലും അല്ലെങ്കിൽ വെള്ളത്തിലും ചളിയിലും ഇതൊക്കെ വീട്ടിലൊക്കെ പല ഇതും. പിന്നെ ഇവിടെ റീസെന്റ് ഫ്ലഡ് ഉള്ള സമയത്ത് ഓരോരോ വീട്ടില് നദികളിൽ നിന്ന് വെള്ളമൊക്കെ വന്നിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ പാമ്പും മറ്റേതൊക്കെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയൊക്കെയുള്ള പല പല ഡേഞ്ചറസ്. അപ്പോൾ അവര് പിക്കപ്പ് ചെയ്ത് അവിടെ നിന്നെല്ലാം വേറെ താമസിപ്പിച്ച് ഭക്ഷണം, വെള്ളം, എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കണം. സോ റിലീഫ് വർക്ക് is about the bottom, that to ensure the basic minimal, അവരുടെ ബേസിക് എന്താണ്? സഫിഷ്യന്റ് ഡ്രിങ്കിങ് വാട്ടർ. സി, 4 പുറം വെള്ളമായിരിക്കും, പക്ഷേ കുടിക്കാനുള്ള വെള്ളം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഈ വെള്ളപ്പൊക്കം മറ്റേതൊക്കെ 4 പുറം ഉണ്ടാവും. അത് ഞാൻ ഇപ്പൊ പറയാം കുറച്ച് കഴിഞ്ഞാൽ. ഒരു ഇതിന്റെ നമ്മുടെ ആസാമില് ഇന്നലെ, അതായത് 19/6/22 റിപ്പോർട്ടാണ് ആസാമില്. 19/6. അതായത് റെസ്ക്യൂ മിഷൻ, ആർമി മെൻ അലോങ് വിത്ത് വില്ലേജേഴ്സ് റെസ്ക്യൂഡ് ഫ്ലഡ് ഹിറ്റ്. അവിടെ വെള്ളപ്പൊക്കമാണ് ഇൻ ആസാം ഈവൻ ടുഡേ. ഇന്നും അഫക്റ്റഡ് ഓവർ 26 ലക്ഷം ആളുകളെ അഫക്ട് ചെയ്തിരുന്നു പീപ്പിൾ ആൻഡ് ക്ലെയിംഡ്. അനവധി ആളുടെ മരണവും നടന്നിരിക്കുന്നു. മനസ്സിലായോ? അപ്പൊ അവിടെ എന്താ വേണ്ടത്? ഡ്രിങ്കിങ് വാട്ടർ, സാനിറ്റേഷൻ, സഫിഷ്യന്റ് ഫുഡ്, മെഡിക്കൽ
ഡോക്ടറും മെഡിസിനും നേഴ്സും എല്ലാം ആവശ്യമാണ്. ഓക്കെ, അതേമാതിരി പിന്നെ അപ്പോൾ എക്സ്ട്രീം വെതർ കണ്ടീഷൻ ആയി ചില സമയത്ത് പുതപ്പ്, കമ്പിളി ഇതൊക്കെ വേണ്ടി വരും. ബേസിക് മെഡിക്കൽ ഫെസിലിറ്റീസ് ഇതെല്ലാം വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് നോക്കിക്കോളൂ, സഫീഷ്യൻറ്റ് ഡ്രിങ്കിങ് വാട്ടർ, സഫീഷ്യൻറ്റ് ഫുഡ്, ബേസിക് മെഡിക്കൽ കെയർ ആൻഡ് ഷെൽട്ടർ. അതേമാതിരി ഇവർ താമസിപ്പിക്കാനോ ടെന്റ്, ഇതേമാതിരി ഷെൽട്ടർ നോക്കണം. അപ്പോൾ ഈ ഷെൽട്ടർ കിട്ടുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഇത് കാറ്റിൽ പറന്നു പോകുന്നൊക്കെ നോക്കണ്ടേ. അത് വളരെ നല്ല, അത് അപ്രോപ്രിയേറ്റ് ഷെൽട്ടർ പോയി കാട്ടിൽ കൊണ്ടുപോയിട്ട് വെച്ചാൽ വന്യമൃഗങ്ങൾ എന്തെങ്കിലും വരില്ലേ അവിടെ. അപ്പോൾ ഷെൽട്ടർ എവിടെയെന്നുള്ളത് അത് ഐഡന്റിഫൈ ചെയ്യണം. ഫ്രം എക്സ്ട്രീം വെതർ കണ്ടീഷൻ അതും കൂടി നോക്കണം. ഓക്കെ, നൗ ഡിസാസ്റ്റർ റിലീഫ് മെഷേഴ്സ് ആൻഡ് മെത്തഡോളജി. ഏറ്റവും വലിയ പ്രധാനം എവാക്യൂഷൻ. നമുക്ക് ഇത് അപകടങ്ങൾ വരാൻ പോകുന്നുണ്ട്, മഴ, അതേമാതിരി വേറെ എന്തെങ്കിലും സൈക്ലോൺ. അപ്പോൾ അതിനു മുമ്പേ നമുക്ക് ഇന്നൊക്കെ കുറേ ടെക്നോളജി വളരെയധികം ഇൻക്രീസ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് അറിവ് മെട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് ഇന്ത്യൻ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയ തീരദേശത്ത് നിന്ന് ആളുകളെ എവാക്യുവേറ്റ് ചെയ്യുക, പിന്നെ അതായത് എവാക്യുവേഷൻ പ്രിവെന്റ് ചെയ്യുക ആളുകളെ, അത് മരണത്തിന് ഇതിന് കൊടുക്കാതെ, അല്ലെങ്കിൽ കടലെടുക്കാതെ, അല്ലെങ്കിൽ കൊടുങ്കാറ്റിൽ അങ്ങോട്ട് പോകാതെ അവരെ രക്ഷിക്കുക. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യുക. രണ്ടാമത് അവരെ പ്രൊട്ടക്ട് ചെയ്യുക, നല്ല വിധത്തിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുക. മാറി താമസിക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കണം എവിടെയാണോ കൊണ്ട് താമസിപ്പിക്കണമെന്ന്, അതുകൂടി ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ വേറൊന്ന് റെസ്ക്യൂ, ഫോക്കസിങ് ഓൺ. ഈ റെസ്ക്യൂ പറയുമ്പോൾ റെസ്ക്യൂവിൽ ഫോക്കസ് ചെയ്യണം. ആരെങ്കിലും അങ്ങോട്ട് അവർ ചെയ്യുമെന്ന് വിചാരിക്കരുത്. ആ റെസ്ക്യൂ ഓപ്പറേഷൻ ചിലപ്പോൾ 8 അടി 4 അടി 5 അടി ഒക്കെ മണ്ണിന്റെ അടിയിലായിരിക്കും ആളുകൾ. ഒരു ഉദാഹരണം, ലാൻഡ് സൈഡിൽ റീസെന്റ് അനവധി ആളുകൾ മരിക്കേണ്ടായി. ഒരു പ്ലേസ് ഞാൻ പറയുന്നില്ല, 44 ആളോ 50 ആളോ മരിക്കേണ്ടായി. എത്രയോ ദിവസമാണ് ആ മണ്ണിന്റെ അടിയിൽ കടന്നിരുന്നത്. അപ്പോൾ പക്ഷേ ശവം എടുത്തു, 10 എടുത്തു, 20 എടുത്തു, 30 എടുത്തു. പക്ഷെ എങ്കിലും അവര് പിന്നെയും ശ്രമിച്ച് എക്സെപ്റ്റ് 1 or 2 അവരെല്ലാം മണ്ണിന്റെ അടിയിൽ നിന്ന് എത്രയോ ആഴത്തുനിന്ന് എടുത്തു. അപ്പൊ റെസ്ക്യൂ പറഞ്ഞാൽ ഫോക്കസ് ചെയ്യണം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തറിയോ, ലുക്ക്, ലിസൺ, ഫീൽ. അതായത് എന്താ പറയുന്നറിയോ, നമ്മളെ ആളുകൾ അപകടത്തിൽപ്പെട്ടാൽ ലുക്ക്, അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കണം. ആരാണ്, എവിടെയാണ്. ചിലപ്പോൾ എന്തുണ്ടറിയോ, വല്ല കാട്ടിലോ മരത്തിന്റെ മുകളിലോ ഈ വെള്ളത്തിൽ ഒലിച്ചു പോകുമ്പോ മരത്തിന്റെ ചില്ലയില്, മരത്തിന്റെ കൊമ്പത്തൊക്കെ ഇരിക്കുന്നുണ്ടാവും. ചില സമയത്ത് കാട്ടില് ചിലപ്പോ ഐസൊലേറ്റഡ് പ്ലേസ് ആയിരിക്കും. അപ്പോ ആളുകള് എവിടെയെങ്കിലും കാട്ടിന്റെ ഉള്ളിലാണ് കുടുങ്ങിയിട്ടുണ്ടാവുക. അപ്പൊ അവിടുത്തെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇസ് റിക്വയർഡ്. എപ്പോഴും നമുക്കറിയില്ല അങ്ങോട്ട് പോകാനുള്ള വഴിയൊന്നും അറിയില്ല, ചിലപ്പോൾ ട്രൈബൽ ഏരിയയില്. അപ്പോൾ അവരുടെ കമ്മ്യൂണിറ്റി. പിന്നെ അപ്പൊ എന്താണെന്ന് വെച്ചാൽ ലുക്ക്, ഏതെങ്കിലും വിധത്തില് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ലുക്ക്, അതായത് എവിടെയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അത് ശ്രദ്ധിക്കുക. അതായത് ലുക്ക് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി, ഓക്കെ. അതേമാതിരി ഇൻസിഡന്റ് എവിടെയും നടന്ന്, ഓക്കെ. അതേമാതിരി ലിസൺ, ആളുകൾ പറയുന്നത് ശ്രദ്ധിക്കുക. അതായത് കേൾക്കുന്നതിന് മുമ്പേ ഓടാൻ നിൽക്കരുത്. അതേമാതിരി അസസ് കമ്മ്യൂണിറ്റി ഡാറ്റ, അവിടെ ഉള്ള ആളുകളുടെ അവരിൽ നിന്നുള്ള ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യണം. അവിടെ ഇരിക്കുന്ന ആളുകൾ ചിലപ്പോൾ പറയും അങ്ങോട്ട് പോരുത്, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതാണ് ലിസൺ. ഫീൽ എന്ന് പറയുമ്പോൾ ഫീൽ കൺവിൻസ്ഡ് റിഗാർഡിംഗ് ദ ഫാക്ട്. ഗ്രാവിറ്റി ശ്രദ്ധിക്കണം. ഗ്രാവിറ്റി എത്രത്തോളം ഭയാനകമാണ് ഈ നാച്ചുറൽ കലാമിറ്റി എന്നും കൂടി നോക്കണം. ചിലപ്പോൾ അഗ്നിപർവ്വതം പൊട്ടുമ്പോൾ രണ്ടാമതും പൊട്ടും, എർത്ത് കേക്ക് ഉണ്ടാകുമ്പോൾ രണ്ടാമതും എർത്ത് കേക്ക് വരും അവിടെ. അപ്പൊ ഇതൊക്കെ നമ്മള് വളരെ അത് ഫീൽ, അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ സ്റ്റെപ്സ് ടു എവാക്യുവേഷൻ. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു അപകടങ്ങൾ പറ്റുമ്പോൾ ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പം നമ്മൾ നോക്കിക്കോളൂ. ഒറീസയില് 1999 ഇതേമാതിരി ഫ്ലഡ് ഉണ്ടായിരുന്നു, സൈക്ലോൺ. അപ്പോൾ സോ മെനി പീപ്പിൾ വർ കിൽഡ് ഇൻ ഏതാ കൊല്ലം 1999. പക്ഷെ അത് ബെഞ്ച് മാർക്ക് എടുത്തിട്ട് ഒറീസ ഗവൺമെന്റ് പിന്നീട് അത്തരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റി വരുമ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള പ്രിക്കോഷൻ എടുക്കൊണ്ട് അതിനുശേഷം മരണം കൂടുതൽ നടന്നിട്ടില്ല. ദാറ്റ് ഈസ് പ്രിക്കോഷൻ. പിന്നെ അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ സ്റ്റെപ്സ്
എവാക്വേഷൻ ചെയ്യുമ്പോൾ, ആളുകളെ ഒഴിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത് ഏരിയ ഡിറ്റർമിൻ, ഏത് ഏരിയ. ഇപ്പൊ നിങ്ങൾ അവിടെ ഒരു പണ്ട് ഒറീസ, കാക്കിനഡ, മച്ചിലിപ്പട്ടണം, അതേമാതിരിയുള്ള ആ കോസ്റ്റൽ ബെൽറ്റിൽ വന്നിരുന്നു. അപ്പൊ ഏത് സ്ഥലത്താണ് ആദ്യം ഒന്ന് ഡിറ്റർമിൻ ചെയ്യുക. പിന്നെ രണ്ടാമത് എവിടേക്കാണ് റീലൊക്കേറ്റ് ചെയ്യേണ്ടത് അതും കൂടി ശ്രദ്ധിക്കണം. ആളുകളെ എവിടെ മാറ്റി താമസിപ്പിക്കണേ, അവിടെ വന്നാലോ അപകടം. അപ്പൊ അതുകൂടി ശ്രദ്ധിക്കണം. പിന്നെ വേറൊന്ന്, കമ്മ്യൂണിക്കേറ്റ്. എന്ത് നിങ്ങൾ ഡിസിഷൻ എടുത്താലും ശരി, അത് ജനങ്ങളെ അറിയിക്കാനുള്ള ഇത് അവയർനെസ് കൊടുക്കണം. ഇതുകൊണ്ടാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഹെലികോപ്റ്റർ വരുമ്പോൾ അതിൽ തൂങ്ങണം. ഞാൻ തൂങ്ങില്ലേ പറഞ്ഞ എന്ത് ചെയ്യും? നാല് പുറം വെള്ളമായിരിക്കും. മനസ്സിലായില്ലേ? അതായത് ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്തുമ്പോ ഇപ്പൊ ഉത്തരാഖണ്ഡിലൊക്കെ ഹെലികോപ്റ്ററാണ്, അല്ലാണ്ട് മാർഗമില്ല, റോഡ് മാർഗമില്ല. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾക്ക് അവയർനെസ് വേണം. മനസ്സിലായോ? അപ്പോ കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി വെരി എസെൻഷ്യൽ ഡ്യൂറിങ് ദോസ് ഒക്കേഷൻ. ഓക്കെ, ദെൻ വെരിഫൈ റൂട്ട്. ഏത് വിധത്തിലാണ് രക്ഷപ്പെടേണ്ടത്, ഏതാ റൂട്ട് കൂടെ പോകേണ്ടത്, അതും കൂടി ശ്രദ്ധിക്കണം. ഏത് റൂട്ടാണ് വേണ്ടതെന്ന്. പിന്നെ റിപ്പോർട്ട് ഇത് എവാക്വേഷൻ. റിപ്പോർട്ട് ചെയ്യുക, എങ്ങനെയാണ് എവാക്വേറ്റ് ചെയ്യണം, അതിന്റെ റിപ്പോർട്ട്. മനസ്സിലായി? ഇതൊക്കെ ഗവൺമെന്റിന് കൊടുക്കുക, ഇതൊക്കെ ആക്ഷൻ എടുക്കേണ്ടതാണ്. പിന്നെ ലുക്ക്, ലിസൺ ആൻഡ് ഫീൽ ഞാൻ പറഞ്ഞു. അപ്പോ നമ്മളെ ഈ ഇതിന് പോകുമ്പോഴേ ടെക്നിക്സ് എന്തൊക്കെയാണ്, അതായത് പറഞ്ഞല്ലോ ഷെൽട്ടർ വേണം. പിന്നെ അതിന്റെ പുറമെ നമ്മളെപ്പോഴും ചില സമയത്ത് എവാക്വേഷൻ മാപ്പ് വേണം. ഏത് ഏരിയയിലാണ് അഫക്റ്റഡ് അതിന്റെ മാപ്പ് കയ്യിൽ വേണം. പിന്നെ അതുമാതിരി സ്ക്രൂ ഡ്രൈവർ ചില സമയത്ത് ചിലപ്പോൾ വീടെല്ലാം കുത്തിപ്പൊളിക്കേണ്ടി വരും. ചില സമയത്ത് സ്ക്രൂ ഡ്രൈവർ കയ്യിൽ വെക്കേണ്ടി വരും. ആക്സ് വേണം, കുത്തി തുറക്കേണ്ടി വരും ചില സമയത്ത്. പിന്നെ യുനോ പിക്കാക്സ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ റോപ്പ്. ചില സമയത്ത് വെള്ളത്തിൽപ്പെട്ട് ഒലിച്ചു പോകുന്ന ആളുകൾക്ക് റോപ്പ് ഇതിട്ട് കൊടുക്കണ്ടേ, അതിനെ പിടിച്ച് വലിക്കണ്ടേ വെള്ളത്തിൽ നിന്ന് കരകയറ്റണം വെച്ചാൽ. ചിലപ്പോൾ നമ്മൾ എന്താ പറയണ്ട, ആളുകൾ ഒഴുകി പോകാൻ വിചാരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും കയറോ എന്തെങ്കിലും ഇട്ടിട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് അതിൽ പിടിച്ചിട്ട് ഇങ്ങോട്ട് വരും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ റോപ്പ്. ടോർച്ച് വേണം, ഇലക്ട്രിസിറ്റി കട്ട് ഓഫ് ആവും. അപ്പൊ നിങ്ങൾക്ക് രക്ഷപ്പെടുത്തണം വെച്ചാൽ വെളിച്ചം വേണം, ടോർച്ച് കയ്യിൽ വേണം. ഇത് ഈ ഫയർ ഫൈറ്റിങ്ങിലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങള് അത്. പിന്നെ ഗ്ലോവ്സ് വേണം, ഗ്ലോവ്സ്. ഹെൽമെറ്റ് വേണം, അല്ലെങ്കിൽ തലയ്ക്ക് എന്തെങ്കിലും മണ്ണ്, ലാൻഡ് സ്ലൈഡ് ഒക്കെ അവരുടെ തലയ്ക്ക് വീഴില്ല മണ്ണ്. അപ്പോ ഹെൽമെറ്റ് വേണം. ഡസ്റ്റ് മാസ്ക്. നിങ്ങളെ തീ പിടിച്ച സമയത്താണ് വെച്ചാൽ നമ്മുടെ മൂക്ക് ഇതെല്ലാം നമ്മൾ കാരണം എന്താണെന്ന് വെച്ചാൽ ശ്വാസം പുകയൊക്കെ ഇരിക്കും. ആ സമയത്ത് ശ്വസിച്ചാൽ തലതിരിഞ്ഞ് വീഴും. അപ്പൊ അതുകൊണ്ട് മാസ്ക്. പിന്നെ ഓക്കെ, പിന്നെ ഓക്കെ, ഇത് പറഞ്ഞു. പിന്നെ യെസ്, ചെയർ. ചില സമയത്ത് വയസ്സായ ആളുകളുണ്ടാവും, ഇഞ്ചേർഡ് ആളുകൾക്ക് വീൽ ചെയർ വേണം, അത് കെട്ടണം അതിനോട് കൂടി. കാരണം അവർക്ക് നിൽക്കാനും ഇരിക്കാൻ പറ്റുന്നുണ്ടാവില്ല ചിലപ്പോ. ഓക്കെ, പിന്നെ അതിന്റെ പുറമെ സ്പെയർ ആയിട്ടുള്ള പല കാര്യങ്ങളും വേണം. പിന്നെ യെസ്, റോപ്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നോട്ട്, ഡബിൾ ഷീറ്റ് ചിലപ്പോ ഇത് വേണ്ടി വരും. ചെയർ, നോട്ട്, ഇതൊക്കെ വേണ്ടി വരും. ഓക്കെ, പിന്നെ യെസ്, പിന്നെ വേണ്ടത് ഷെൽട്ടർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പല ഷെൽട്ടർ പറഞ്ഞ ടെന്റ്. അപ്പൊ അത് എവിടെ വേണം, എങ്ങനെ വേണം, അതൊക്കെ അതിന് ഗൈഡ് ലൈൻസ് ഉണ്ട്. അതേപ്രകാരം നമ്മൾ ഈ മിലിറ്ററി ടെന്റ് ഒക്കെ കണ്ടില്ലേ, ഒരു വളരെ കാറ്റത്ത് പറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും മഴ പെയ്യുമ്പോൾ കീപ്പെട്ട് വെള്ളം വരാതിരിക്കുന്ന ജനങ്ങൾക്ക് സുരക്ഷിതമായ ടെന്റ് അത് ഏത് സ്ഥലത്ത് വേണമെന്നും കൂടി ആലോചിക്കണം. കാരണം ലോ ലൈനിലാണ് പിന്നെ അതിന്റെ കൂടെ വെള്ളപ്പൊക്കം വരില്ലേ, വെള്ളം. അങ്ങനെയൊക്കെ എവിടെ വേണമെന്നും, അതായത് എവേ ഫ്രം ദി എവിടെ ഇൻസിഡന്റ് വന്നുവെച്ചാൽ അതിനേക്കാൾ അവിടുന്ന് ദൂരത്തുനിന്നായിരിക്കണം. അപ്പൊ അതെ. പിന്നെ യെസ്, മോണിറ്റർ. എപ്പോഴും മോണിറ്റർ ചെയ്യണം എന്താ നടക്കുന്നതെന്ന്. ഓക്കെ, പിന്നെ ടെന്റിന് സ്റ്റാൻഡേർഡ് വേണം, നല്ല ഇതായിരിക്കണം. ഇപ്പൊ മിലിറ്ററി ടെന്റ് ഉണ്ടല്ലേ, അതേ പ്രകാരം നല്ല നല്ല ഉറപ്പുള്ളത്. പിന്നെ ഷെൽട്ടറിലെ മെറ്റീരിയൽ എന്താണ് യൂസ് ചെയ്യുന്നത് അതും കൂടി നോക്കണം. അല്ല പ്ലാസ്റ്റിക്കോ അതൊക്കെ ആണെന്ന് ഇതാ പറഞ്ഞു കാലത്ത്. പിന്നെ ഷെൽട്ടർ ഫോർ ഫാമിലി. അതേമാതിരി ചിലപ്പോൾ ഫാമിലി ഉണ്ടായിരിക്കും ചില സമയത്ത്. അപ്പോൾ അവർക്ക് ഒരു ഷെൽട്ടറിൽ ഒരു ഫാമിലിയിലെ ടെന്റിലോ അങ്ങനെയൊക്കെ ഒന്ന് ജീവിക്കേണ്ടി വരും. ചിലപ്പോൾ ഡാമേജ് വീടുണ്ടാവും, അപകടം. ചിലപ്പോ പകുതി വീഴാറായ ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിരിക്കും, അവിടെയും ശ്രദ്ധിക്കണം.
പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോക്കൽ അഡ്വൈസ് സെന്റേഴ്സ്. ലോക്കൽ അഡ്വൈസ് സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ നോക്കൂ, ഈ നമ്മുടെ ഇതുണ്ടല്ലോ, അടുത്തുള്ള ആളുകളുടെ, അതായത് സഹായങ്ങൾ, അവർ ചില അഡ്വൈസ് തരും. നിങ്ങൾ ഇങ്ങനെ പോയാൽ അങ്ങനെ അത് ചെയ്യുക, അങ്ങനെ പോയാൽ ഇങ്ങനെ ചെയ്യുക. കാരണം നമുക്ക് ഈ പോകുന്ന ആളുകളൊക്കെ പുതിയ ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ NDA നാഷണൽ മറ്റേ ബിൽഡൊക്കെ ആയിരിക്കും, റാപ്പിഡ് ആംഡ് ഫോഴ്സോ അല്ലെങ്കിൽ നേവിക്കാരോ അല്ലെങ്കിൽ ആർമിക്കാരോ ആയിരിക്കും. അപ്പം പക്ഷെ ലോക്കൽ ഹെൽപ്പ് വളരെ വളരെ ആവശ്യമാണ്. ഇനി അടുത്ത് ട്രാൻസിഷൻ ഹൗസിങ്, അത് മാറ്റി താമസിപ്പിക്കുക കേട്ടോ. വീട്ടിൽ മാറ്റി താമസിപ്പിക്കേണ്ടി ചിലത്. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം, അപകടങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരാം. ഇനി പ്രധാനപ്പെട്ടത് ഡെബ്രീസ്. വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. അപകടങ്ങൾ സംഭവിച്ചാൽ വീടുകൾ വീഴും, മരങ്ങൾ വീഴും, റോഡ് താറുമാറാകും, ബ്രിഡ്ജസ് കൊളാപ്സ് ആവും. ഈ ഡെബ്രീസ് റിമൂവ് ചെയ്യണം. കാരണം ഇതിന്റെ ബിൽഡിങ്ങിന്റെ അടിയിൽ ആളുകൾ മരിച്ചിട്ടുണ്ടാവും, അതിന്റെ ഈ മൃഗങ്ങൾ മരിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്താ പറ്റുന്ന, ഇത് എടുത്തിട്ടില്ല വിചാരിക്കുക. അത് മാത്രമേ, അതേമാതിരി ഇത് ഡിബ്രീസ് എത്രയുണ്ടോ ബിൽഡിങ്ങിന്റെ ഇതൊക്കെ അത് മാറ്റണം. മാറ്റിയാലേ അതിന്റെ അടിയിൽ എന്തെങ്കിലും കാണാൻ പറ്റൂ. അവിടെ എന്തൊക്കെയുണ്ട്, ആളുകൾ മരിച്ചു കിടക്കുന്നുണ്ടോ, പിന്നെ എന്താ പറയണ്ടേ, ഇപ്പൊ എർത്തുക്കേക്കിലൊക്കെ ബിൽഡിങ് കംപ്ലീറ്റ് തകർന്ന് തരിപ്പണായിട്ടല്ലേ വീഴുക. അപ്പോ പക്ഷെ അതില് എല്ലാം ഉണ്ടാവും, അനിമൽസും മനുഷ്യരും എല്ലാം. അപ്പൊ ഡെബ്രീസ് റിമൂവ്, അതെങ്ങനെ റിമൂവ് ചെയ്യണം, എവിടെ കൊണ്ട് തള്ളണം, അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതൊക്കെ പ്ലാൻ വേണം. അതാണ് മാസ്റ്റർ ഒരു മാപ്പ് പ്രോഗ്രാംസ് ഒക്കെ വേണം ഇതിന് വേണ്ടിയിട്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ അവരുണ്ട്, ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഷെൽട്ടർ യൂണിറ്റ്, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫുഡ്, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഈ ഡെബ്രീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡെബ്രീസ് എടുത്താൽ പോലെ അവിടെ എടുത്തിട്ട് ക്രെയിനിൽ ഇതിൽ എടുത്തിട്ട് എവിടെ കൊണ്ട് തള്ളും, അതും കൂടി ശ്രദ്ധിക്കണം. കാരണം ഒരു ഭൂമി ഉൽക്കം പറഞ്ഞാൽ എത്ര ഇവിടുന്ന് ഡെബ്രീസ് എടുക്കണ്ടാവുന്ന വിചാരിച്ച്, മനസ്സിലായില്ലേ? അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫുഡ് പറയണ്ടല്ലോ, വാട്ടർ പറയണ്ടല്ലോ, ഫോഡർ, കന്നുകാലികൾക്ക് മൃഗങ്ങൾക്കുള്ള ഭക്ഷണം, അവർക്കും തിന്നേണ്ട, ഭക്ഷണം കഴിക്കണേ, ജീവിക്കണല്ലേ. പിന്നെ ക്ലിയറൻസ് ഓഫ് ഡെബ്രീസ് പറഞ്ഞു, മൂവ്മെന്റ് ഓഫ് പിന്നെ ഇഞ്ചേർഡ് ആയ ആളുകളെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ചിലപ്പോ അവര് പാർഷ്യലി ഇതായിരിക്കും, ശരീരം മുഴുവൻ എന്താ പറയുക ഇഞ്ചേർഡ് ആയിരിക്കും, കൈ പോയിട്ടുണ്ടാവും, കാല് പോയിട്ടുണ്ടാവും, ഒക്കെ കണ്ണ്. കാരണം ഇതൊക്കെ ബിൽഡിങ് തലയിൽ കൂടെ ഒക്കെ വീഴാണിച്ച സമയത്ത്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഡിസ്പോസൽ ഓഫ് ഡെഡ് ഹ്യൂമൻസ്. അതായത് മരിച്ച ആളുകളെ എങ്ങനെ ഡിസ്പോസ് ചെയ്യുക. അപ്പൊ അതിന് ഫ്യൂവൽ വേണം, കത്തിച്ചു കളയേണ്ടി വരും. കാരണം ശവം അങ്ങോട്ട് അടിഞ്ഞു കൂടിയുണ്ടോ ചിലപ്പോഴേ. ഇതെന്താ ചെയ്യുക? അതായത് ഇപ്പൊ നമുക്ക് ഒരു ഇത് വിചാരിക്കുക, നമ്മുടെ ശിവകാശിയിലെ പണ്ട് പല ഫയറും മറ്റേതൊക്കെ ആളുകളെ തിരിച്ചറിയാൻ പറയില്ല, ഒരു വിധത്തിലും തിരിച്ചറിയാൻ പറ്റാത്തുണ്ട്. അതേമാതിരി ഫ്ലഡില് ഇതിലൊക്കെ. അപ്പോ ഇത് ഒരുമിച്ച് ഡിസ്പോസ് ചെയ്യേണ്ടി വരും ചില സമയത്ത്. ഇപ്പൊ യുദ്ധം, ആളുകൾ തിരിച്ചിരിക്കാൻ പറ്റില്ല, വെറും ഡെഡ് ബോഡീസ് ആയിരിക്കും. അപ്പോൾ അതിനുള്ള ഫ്യൂവലും അതേമാതിരിയുള്ള കത്തിക്കലും അതൊക്കെ അതിനുള്ള ഫോർമാലിറ്റീസ് ഉണ്ട് കേട്ടോ ഗവൺമെന്റിന്റെ. അല്ലാതെ ചുമ്മാ കത്തിച്ച് കളയാൻ പറ്റില്ല കേട്ടോ. പക്ഷേ അത് കത്തിച്ച് കളഞ്ഞേ പറ്റൂ. കാരണം 5-10 ദിവസം പഴക്കം ചെന്ന ഹ്യൂമൻ ബോഡി എന്താ നിങ്ങൾ ചെയ്യാൻ പോണ? നേരെ മറിച്ച് അസുഖങ്ങൾ ബാധിക്കും, പല മൃഗങ്ങളെ പടരും, എപ്പിഡമിക് അങ്ങനെയൊക്കെ സംഭവിക്കും. മൃഗങ്ങളൊക്കെ ആയിരിക്കും ചെത്തെടുക്കുന്നത്. അപ്പൊ ഇതിനെങ്ങനെ ഡിസ്പോസ് ചെയ്യണം, അത് ഡെഡ് അനിമൽസ് പറഞ്ഞു. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കണം. പിന്നെ സിമ്പത്തറ്റിക് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കൂ, ഈ എന്തെങ്കിലും അപകടങ്ങളെ പറ്റിയ നമ്മളെ ജനങ്ങളെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം. ഒന്ന്, അവർക്ക് ഷോക്കായിരിക്കും. അവരുടെ വീട് പോയിട്ടുണ്ടാവും, മക്കള് അല്ലെങ്കിൽ മരിച്ചു പോയിട്ടുണ്ടാവും, ഭർത്താവ് മരിച്ചിട്ടുണ്ടാവും, ഭാര്യ മരിച്ചിട്ടുണ്ടാവും. അവർക്ക് ഷോക്കെന്ന് അവർ ചിലപ്പോൾ ദേഷ്യപ്പെടും. അപ്പൊ അതിൽ നിങ്ങൾ നമ്മൾ ഈ പോകുന്ന ആളുകള്, അവർ രക്ഷിക്കാൻ പോകുന്ന ആളുകൾ തെറ്റിദ്ധരിക്കില്ല. കാരണം ഒരു ഉദാഹരണം ഞാൻ പറയാം. നേപ്പാളിലെ ഏതാനും കൊല്ലത്തിനു മുമ്പേ ഭൂമി കുലുക്കുണ്ടായി. ആ സമയത്ത് 10,000 ചില ആളുകൾ ആദ്യം മരിച്ചു. ആ സമയത്ത് നമ്മുടെ ഇന്ത്യയിലത്തെ ചില ജേർണലിസ്റ്റ് അവിടെ ചെന്നിട്ട് ഒരു സ്ത്രീ വീട് പോയി, ഭർത്താവ് മരിച്ചു, മക്കളൊക്കെ മരിച്ചു, ഇതില് അങ്ങനെ ഇരിക്കുന്ന കരയുന്ന ഒരു സമയത്ത് നമ്മുടെ ഒരു ജേർണലിസ്റ്റ്, നമ്മുടെ ഏതോ ഒരു ചാനലിന്റെ ഇതിന്റെ ജേർണലിസ്റ്റ് ചെന്നിട്ട് ആ സ്ത്രീയോട് ചോദിക്കുകയാണ്, നൗ ഹൗ ഡു യു ഫീൽ? അപ്പോ ഏങ്കറാവില്ലേ?
മക്കൾ മരിച്ച്, ഭർത്താവ് മരിച്ച്, വീട് പോയി, എല്ലാം പോയി, ഒന്നുമില്ല, ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ലാതെ ഇരിക്കുന്ന ഒരാളുടെ ഹൗ ആർ യു, ഹൗ ഡു യു ഫീൽ എന്ന് ചോദിച്ചാലോ, അപ്പോൾ ചിലപ്പോൾ ആങ്കർ ഉണ്ടാവും, ചിലപ്പോൾ ഷോക്ക് ഉണ്ടാവും, ചിലപ്പോൾ പേടി, അയ്യോ എന്താ ചെയ്യുക ഇനിയിപ്പോൾ എന്താ, അല്ലെങ്കിൽ വീഴാൻ പോകുന്ന വീട്, പകുതി പൊളിഞ്ഞ വീടൊക്കെ ഉണ്ടായിരുന്നു ചിലപ്പോഴേ, ഹെൽപ്ലെസ്നെസ്, ബാക്കിയുള്ളവരൊക്കെ മരിച്ചുപോയി, ഇനി എന്താ ഫ്യൂച്ചർ, ഞാൻ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ മാർക്ക്, വാട്ട് ടു ഡു, ആങ്സൈറ്റി, അയ്യോ എന്താ ചെയ്യുക ഞാൻ, ഡിപ്രഷൻ, ഇത്തരത്തിൽ സംഭവിച്ചാൽ പിന്നെ ഡിപ്രഷൻ വരും, പറയേണ്ട ആവശ്യമില്ല, എന്താണ് സാഡ്നസ്, പറയേണ്ട ആവശ്യമില്ലല്ലോ, അസിസ്റ്റം. പിന്നെ നിങ്ങളെ സാധിക്കുന്ന റെസ്ക്യൂ ടീമിന് മറക്കരുത്, ഇൻ കേരള ഫ്യൂ ഇയേഴ്സ് ബാക്ക്, 2-3 years back, there was a big, the huge flood. At that time, fishermen, they took initiative to help the rescue teams. അതായത് റെസ്ക്യൂ ടീംസിനെ ഹെൽപ്പ് ചെയ്യാൻ ഫിഷർമാൻ ആണ് ലീഡ് ചെയ്തത്, മറക്കരുത്. കാരണം അവരുടെ തന്നെ തോണിയും ബോട്ടും മറ്റേതെല്ലാം കൊണ്ടുവന്ന് ആളുകളെ രക്ഷിക്കാൻ അവർ മുൻകൈ എടുത്തു. അതുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഈസ് വെരി എസെൻഷ്യൽ ഇൻ സച്ച് ഒക്കേഷൻ. ദെൻ അടുത്തത് പ്രോപ്പർട്ടി സെക്യൂരിറ്റി. അതായത് പ്രോപ്പർട്ടി നശിക്കാതെ, അടുത്ത ബിൽഡിംഗ് കത്തുകയാണോ വിചാരിക്കുക, തീ കത്തുകയാണ് വിചാരിക്കുക, അപ്പൊ ഈ ബിൽഡിങ് കാത്തു സൂക്ഷിക്കണ്ടേ, അല്ലാതെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, കാരണം ഈ ബിൽഡിങ്ങില് വേറെ എന്തെങ്കിലും ഗ്യാസ് സിലിണ്ടറോ വേറെ എന്തെങ്കിലും ഒക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഫാക്ടറി ആയിരിക്കും, പൊട്ടിത്തെറിയും. അപ്പോ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനും വരാതെ നമ്മൾ പ്രോപ്പർട്ടിയുടെ ആ സെക്യൂരിറ്റി നോക്കണ്ടേ, അത് നോക്കണം. ഇൻഫർമേഷൻ ഡിസിമിനേഷൻ, നിങ്ങളെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം, റൂമർ സ്പ്രെഡ് ചെയ്യരുത്. ഈ സമയത്തൊക്കെ അൺവാണ്ടഡ് റൂമേഴ്സ് ഉണ്ടോ, അയ്യോ ഇത്ര എല്ലാം പോയി. പണ്ട് എഗെയിൻ ഐ ആം ടെല്ലിങ്, ഇൻ കേരള മുല്ലപ്പെരിയാർ ഡാം പൊട്ടും, ആ 4 ഡിസ്ട്രിക്ട് മുഴുവൻ അറബിക്കടലിലാവും വെള്ളത്തിൽ, ഇത്ര ലക്ഷം ആളുകൾ മരിക്കും. ഈവൻ ഇതിൽ വന്നിരുന്നു, ഗൂഗിൾസിൽ ഇതിൽ വന്ന് കംപ്ലീറ്റ് വന്നിരുന്നു, കേരളത്തിന്റെ ആ 4-5 ഡിസ്ട്രിക്ട് റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ള കേരള സ്റ്റേറ്റ്, കാരണം അതെല്ലാം വെള്ളത്തിൽ പോയി പറഞ്ഞിട്ട്. അത്തരത്തിലുള്ള റൂമർ യാതൊന്നും സ്പ്രെഡ് ചെയ്യരുത്. നാച്ചുറൽ കലാമിറ്റി ഫാക്ട് മാത്രം. അതേമാതിരി ചിലപ്പോൾ നമ്മുടെ ചാനൽസും പലതും അനാവശ്യമായിട്ട് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും. അതേമാതിരി നമ്മളും നമ്മുടെ സൈഡിൽ നിന്ന് വാട്സപ്പിലോ വേറെ യാതൊരു വിധത്തിലുള്ള റൂമറും ഫാക്ട് അസർട്ടൻ ചെയ്യാതെ യാതൊരു വിധത്തിലും നമ്മൾ പ്രവർത്തിപ്പിക്കരുത് സോഷ്യൽ മീഡിയ. ഇനി ഉദാഹരണം പറയട്ടെ, പേര് ഞാൻ പറയുന്നില്ല. പാർലമെന്റിലെ ഒരു പ്രാവശ്യം ഒരാള്, നമ്മുടെ ടോപ്പ് മോസ്റ്റ് ഒരാള് മരിച്ചു, ഇപ്പോഴല്ല അനവധി വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചു എന്ന് പറഞ്ഞിട്ട് റൂമർ കേട്ടിട്ട് പറഞ്ഞു. എന്നിട്ട് അവിടെ കണ്ടോലൻസ് കഴി കുറെ കഴിഞ്ഞപ്പോൾ ആള് ജീവിച്ചിരിക്കുന്നു. അവിടെ മാത്രമേ പലയിടത്തും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോ ഫാക്ട് അറിയാതെ നമ്മളെ റൂമർ സ്പ്രെഡ് ചെയ്യരുത്. കാരണം എസ്പെഷ്യലി ഈ നാച്ചുറൽ കലാമിറ്റി ടൈമിൽ അനവധി അൺവാണ്ടഡ് റൂമേഴ്സ്, യുക്രൈനിലും ദപ്പ ബോംബ് കൊണ്ടിടും, അണുബോംബ് ഉപയോഗിക്കും, ഇറാഖിലെ കെമിക്കൽ ബോംബുണ്ട് അവരുടെ കയ്യില്, സദാം ഹുസൈന്റെ കയ്യില്. എങ്ങനെയൊക്കെ റൂമർ, ഒരു ചുക്കുണ്ടായിരുന്നില്ല അയാളുടെ കയ്യില്, മനസ്സിലായില്ലേ, ഒന്നും ഉണ്ടായിരുന്നില്ല, കെമിക്കൽ വെപ്പൺ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ റൂമർ ഭയങ്കര, അതാണ് അവിടെ യുദ്ധത്തിന് കാരണം, റൂമറാണ് കാരണം. ഓർമ്മിക്കുക, തകർന്ന തരിപ്പണമായി ആ രാഷ്ട്രം. മനസ്സിലായോ റൂമറിന്റെ പ്രാധാന്യം? ഫാക്ട് അസർട്ടൻ ചെയ്യാതെ റൂമറോടുകൂടി എന്തെങ്കിലും ചെയ്താൽ അവസാനം ദുരിതം. നോക്കൂ, ഇതിൽ മീതെ ഞാൻ എന്താ എക്സാമ്പിൾ പറയണ്ടേ? സദാം ഹുസൈന്റെ കയ്യിൽ നമ്മുടെ ഇറാഖില് പണ്ട് അവിടെ വെപ്പൺ, കെമിക്കൽ വെപ്പണിന്റെ പറഞ്ഞാണ് അവിടെ യുദ്ധം ആരംഭിച്ചത്. അയാളെ പിടിക്കുകയും ചെയ്തു, എല്ലാം ചെയ്തു, ഒരു വെപ്പണവും ഇല്ല, ഒരു ചുക്കും ഇല്ല, രാഷ്ട്രം മുഴുവൻ നശിച്ച് തരിപ്പണമായി. മനസ്സിലായില്ലേ? അപ്പൊ എന്താ മനസ്സിലായി റൂമറിന്റെ കാര്യം? ആവശ്യമില്ലാതെ നമ്മൾ എന്തെങ്കിലും ഇങ്ങനത്തെ വരണം, റൂമർ പാടില്ല. പിന്നെ ഇമ്മീഡിയറ്റ് ഡാമേജ് അസസ്മെന്റ്, എന്തെങ്കിലും അപകടം പറ്റിയ ഡാമേജ് അസസ്മെന്റ് കംപ്ലീറ്റ് പിന്നെ നടത്തണം. എത്രത്തോളം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അത് എക്സാഗറേറ്റ് ചെയ്യരുത്, കറക്റ്റ് ഏകദേശം ഓക്കെ ചെക്കിങ്. പിന്നെ അതേമാതിരി ഡാമേജിങ് അസസ്മെന്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലെയിം ഫയൽ ചെയ്യണം. അതായത് പല വിധത്തിലുള്ള ഫയർ ക്ലെയിം, മറ്റേ ഓരോ വിധത്തിലുള്ള ബിൽഡിങ്ങിന്റെ ഇതിന്റെ ഒക്കെ ക്ലെയിം പുട്ടപ്പ് ചെയ്യുക. കാരണം ഇൻഷുറൻസ് കമ്പനി പിന്നെ ഇതെല്ലാം ചെയ്യും. പിന്നെ അനിമലിനൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുക? അത് ചിലപ്പോൾ ഫ്യൂൽ, എണ്ണയൊക്കെ ഓയിൽ ഇതെല്ലാം ഇട്ടിട്ട് കത്തിക്കായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു സിമ്പത്തറ്റിക് ടുവേർഡ്സ് വിക്ടീംസ്, സിമ്പത്തറ്റിക് ടുവേർഡ്സ് വിക്ടീംസ്. ശ്രദ്ധിക്കണം, കാരണം അവർക്ക് ഈ പരിപാടികളൊക്കെ അവർക്ക് ഷോക്കിലായിരിക്കും, ചിലപ്പോൾ ദേഷ്യപ്പെടും, അവര് ചാടും,
നിവൃത്തിയില്ല. അവർ കാരണം ഒരു രക്ഷയില്ല. അവർക്ക് ഫിയർ, പേടി ഉണ്ടാവും, ഹെൽപ്ലെസ്നെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, സാഡ്നസ്, ഇതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം, മാത്രമല്ല നമ്മുടെ പ്രധാനപ്പെട്ട അസിസ്റ്റിംഗ് റെസ്ക്യൂ ടീമിനെയും വളരെ അത്യാവശ്യമാണ്. പിന്നെ വേറൊന്ന് ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇമ്മീഡിയറ്റ് അസസ് മാനേജ്മെന്റ് പറഞ്ഞു കഴിഞ്ഞു. ഫയലിംഗ്, റിട്ടേൺ ക്ലെയിംസ് പറഞ്ഞു കഴിഞ്ഞു. റെസ്പോൺസീവ് മെക്കാനിസം. അപ്പൊ ഇവിടെ പറയുന്നത് നോക്കൂ, ആരൊക്കെയാണ് ഇതിൽ ഇൻവോൾവ്ഡ്. ഒന്ന്, നമ്മുടെ ഹോം മിനിസ്ട്രി, അതായത് ഒന്ന് ഞാൻ പറയാം, നോക്കട്ടെ. പിന്നെ എമർജൻസി ഓർഗനൈസേഷൻ സെന്റർ, നാഷണൽ എമർജൻസി ഓർഗനൈസേഷൻ സെന്റർ ഉണ്ട്. ഓക്കെ, അതേമാതിരി ഓരോ സ്റ്റേറ്റിലും ഉണ്ട് അതേമാതിരി. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിവിഷൻ ഉണ്ട്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ. നമ്മുടെ സ്റ്റേറ്റിലുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഡിസ്ട്രിക്ട് ലെവലിലുണ്ട്, ആംഡ് ഫോഴ്സസ് ഉണ്ട്, സെൻട്രൽ ആംഡ് ഇതുണ്ട്, CRPF മറ്റേതൊക്കെ ഇല്ലേ, അവരുണ്ട്. പിന്നെ യെസ്, പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇതുണ്ട്, NDMA ഉണ്ട്, മാനേജ്മെന്റ് അതോറിറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ ആണ്. NDRF അതുണ്ട്, ഫോഴ്സ് അതുണ്ട്. അങ്ങനെ പലതും നമ്മളെ സഹായിക്കാൻ ഉണ്ട്. അപ്പോൾ ഇതിന്റെ കൺക്ലൂഷൻ, ഇൻ ദി പോസ്റ്റ് ഡിസാസ്റ്റർ phase, the foremost relief operation which are undertaken are search, rescue, പറഞ്ഞു, untraced disaster victim are searched and rescued with the help of local community. In accordance with the Disaster Management Act, ഇതൊരു ആക്ട് ഉണ്ട്, 2005 NDRF അത് പിന്നെ has been set up by the government of India to ensure specialized response during disaster incident. The mechanism of response is the activation of different components of response in accordance with the standard. അതിനൊക്കെ ഓരോരോ ഇതുണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട്, അതേ പ്രകാരം നമ്മൾ ചെയ്യണം. അപ്പൊ ഇതില് അപകടങ്ങൾ വരുമ്പോൾ ബയോളജിക്കൽ ഡിസാസ്റ്റർ ആണെച്ചാൽ അതിന്റെ നമ്മുടെ ഹെൽത്ത് ഫാമിലി വെൽഫെയർ മിനിസ്ട്രിയാണ് അതിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. അതേമാതിരി കെമിക്കൽ ഡിസാസ്റ്റർ ആൻഡ് ഇൻഡസ്ട്രിയൽ ആക്സിഡന്റിലെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റും ഫോറസ്റ്റ് ആണ്. സിവിൽ ഏവിയേഷൻ ആക്സിഡന്റ്, പ്ലെയിൻ അപകടം, അത് സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് നോക്കുന്നത്. സൈക്ലോൺ, ടോർണഡോ ആൻഡ് സുനാമി, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് നോക്കുന്നത്. ഡിസാസ്റ്റർ ഇൻ മൈൻസ്, മിനിസ്ട്രി ഓഫ് കോൾ ആണ് നോക്കുന്നത്, മിനിസ്ട്രി ഓഫ് ഫൈനാൻസിന്റെ മൈൻസിന്റെ. ഡ്രോട്ട്, ഹെയിൽ സ്റ്റോം, പിന്നെ കോൾഡ് വേവ് ആൻഡ് ഫോറസ്റ്റ് പെസ്റ്റ്, ഓക്കെ, അറ്റാക്ക്, ഇതെല്ലാം അഗ്രികൾച്ചർ മിനിസ്ട്രിയാണ് നോക്കുന്നത്. എർത്തുക്കേക്ക് ഹോം അഫയേഴ്സ് ആണ് നോക്കുന്നത്. ഫ്ലഡ്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് നോക്കുന്നത്. ഫോറസ്റ്റ് ഫയർ, മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആണ് നോക്കുന്നത്. ലാൻഡ് സ്ലൈഡ്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് നോക്കുന്നത്. ന്യൂക്ലിയർ ആൻഡ് റേഡിയോളജിക്കൽ എമർജൻസി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഓയിൽ സ്പിൽസ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. റെയിൽവേ ആക്സിഡന്റ്, മിനിസ്ട്രി ഓഫ് റെയിൽവേ. റോഡ് ആക്സിഡന്റ്, മിനിസ്ട്രി ഓഫ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട്, ഹൈവേസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അർബൻ ഫ്ലഡ്, മിനിസ്ട്രി ഓഫ് അർബൻ ഡെവലപ്മെന്റ്. ഓക്കെ, ഇതാണ് ഈ യൂണിറ്റ്. അടുത്തത് യൂണിറ്റ് 8, ഡാമേജ് അസസ്മെന്റ്. എലിമെന്റ്സ് ഓഫ് ഡാമേജ് അസസ്മെന്റ്, ഡയമെൻഷൻസ് ഓഫ് ഡാമേജ് അസസ്മെന്റ് ആൻഡ് ഫ്രെയിംവർക്ക് ആൻഡ് മെത്തേഡ്സ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ. ഡാമേജ് അസസ്മെന്റില് നമ്മൾ എങ്ങനെ അസസ്മെന്റ് അതായത് ഈ ഡാമേജ് എങ്ങനെ അസസ് ചെയ്യുക, അതിനെ പറ്റിയിട്ടാണ് അടുത്ത് പറയുന്നത്. ഓക്കെ, അതില് നോക്കൂ, നമ്മള് എലിമെന്റ്സ് ഓഫ് ഡാമേജ് അസസ്മെന്റ്, ഡയമെൻഷൻസ്, ഫ്രെയിംവർക്ക്. അപ്പൊ ഇൻട്രൊഡക്ഷൻ. ഡാമേജ് എത്ര ഒരു അപകടം പറ്റിയ, ചാപ്റ്റർ 8 യൂണിറ്റ് 8 ഡാമേജ് അസസ്മെന്റ്. അത് അസസ് ചെയ്യുക, എത്ര നാശനഷ്ടം വന്നു, ഒരു ഫ്ലഡ് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, തീപിടുത്തം ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും, അത് അസസ് ചെയ്യണ്ടേ, എത്ര അതനുസരിച്ചില്ല. ഡാമേജ് അസസ്മെന്റ് ഈസ് എൻ ഇമ്പോർട്ടന്റ് ടൂൾ ഫോർ റിട്രോസ്പെക്റ്റീവ് ആൻഡ് പ്രോസ്പെക്റ്റീവ് അനാലിസിസ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ടു അസിമിലേറ്റ് അതിന്റെ എത്രത്തോളം ഇമ്പാക്ട് ഒരു എർത്ത് കാണിച്ച എത്രത്തോളം. ദിസ് ഫോം ദ ബേസിസ് ഇൻ ഫ്യൂച്ചർ അതുകൊണ്ട് എന്തിന്റെ ഫ്യൂച്ചറിൽ ഇതേമാതിരിയുള്ള ഡിസാസ്റ്റർ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രിക്കോഷൻ എടുക്കാം. ഉദാഹരണം, നമ്മള് ഒരു ഫാക്ടറി ബോയിലർ അതേമാതിരി കത്താണ് ഇതൊക്കെ. അപ്പൊ ജനങ്ങൾക്ക് അവിടുത്തെ എംപ്ലോയീസിനുള്ള അവയർനെസ്, എന്തെങ്കിലും പോയ്സണസ് കെമിക്കൽസ് അതൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനുള്ള ഇതെല്ലാം അവയർനെസ്സും, നിയർ ബൈ ഏരിയാസ് ജനങ്ങൾക്കുള്ള അവയർനെസ്, ഇതൊക്കെ നമ്മൾ അപ്പൊ അതുകൊണ്ട് പ്രിപ്പയർനെസ് ആണത്. ഫ്യൂച്ചറിൽ എന്തെങ്കിലും അപകടങ്ങൾ വന്നാൽ നമ്മൾ എമർജൻസി റെസ്പോൺസസ് കുഡ് ബി മോർ എഫക്റ്റീവ്. എക്യുപ്മെന്റ്, നിങ്ങൾക്കറിയില്ല, ഈ യുദ്ധത്തിന് മുമ്പേ നമ്മൾ സൈറൺ മുടങ്ങിയ എന്തെല്ലാം നമ്മൾ ചെയ്യണം എന്നുള്ള ഒരു പ്രിക്കോഷൻ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ടൊക്കെ.
എമർജൻസി റെസ്പോൺസ് കുഡ് ബി മോർ എഫക്റ്റീവ്, എക്യുപ്മെന്റ് പേഴ്സണൽ. അപ്പോൾ നമുക്ക് അതിനുള്ള എക്യുപ്മെന്റ് വേണം, നമുക്കതിനുള്ള പേഴ്സണൽ വേണം. കുഡ് ബി ബെറ്റർ യൂസ് ആൻഡ് ഹെൽപ്പ് കുഡ് ബി പ്രൊവൈഡഡ് ക്വിക്കർ ഇഫ് എ തറോ ഡാമേജ് അസസ്മെന്റ് പ്രോപ്പർ ആയിരിക്കണം, റിയലിസ്റ്റിക് ആയിരിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത് എലിമെന്റ്സ് ഓഫ് ഡാമേജ് അസസ്മെന്റ്. ആദ്യമായിട്ട് എലിമെന്റ്സിന് എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് ടൈപ്പ് ഓഫ് എന്ത് ഇൻഫർമേഷനാണ് വേണ്ടത്, എന്ത് സോഴ്സാണ് വേണ്ടത്, എന്ത് ഡാറ്റ കളക്ഷനാണ് വേണ്ടത്, ഡാറ്റ കളക്ഷൻ എങ്ങനെ, പ്രൈമറി സെക്കൻഡറിയോ, ഡാറ്റ അനലൈസ് ചെയ്യുക, അതേമാതിരി ഡാമേജ് അസസ്മെന്റിന്റെ അതേമാതിരി അനാലിസിസ് ഓഫ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, എത്രത്തോളം നമ്മൾ അനാലൈസ് അതിന് ഇന്റർപ്രറ്റ് ചെയ്യുക. പിന്നെ എപ്പോഴും ഈ അതിന് റിപ്പോർട്ട് റൈറ്റിംഗ് വേണം, റിപ്പോർട്ട് ഉണ്ടാക്കണം. എങ്ങനെയാ അപകടം സംഭവിച്ചത്, ആരൊക്കെല്ലാം അത് ജനങ്ങൾ മരിച്ചിട്ടുണ്ടോ, ഇഞ്ചേർഡ് ആയിട്ടുണ്ടോ, ഫയർ ഫൈറ്റിംഗ് ഇത് എവിടുന്നാ വന്നത്, ഇതൊക്കെ ഉണ്ട്. അതായത് ഇതിലൊക്കെ പ്രാധാന്യപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു ചെറിയ ഇൻസിഡന്റ് ഞാനൊരു തമാശക്ക് പറഞ്ഞുതരാം. എന്ത് ഈ റിപ്പോർട്ട് റൈറ്റിംഗിൽ ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാൻ പാടും. ഒരു അപകടം ഞങ്ങളുടെ അവിടെ പണ്ട് ഒരു ബിൽഡിങ്ങിൽ അപകടം വന്നപ്പോൾ 1989 4 പുറം വെള്ളം, ഫയർ എഞ്ചിൻ അടുത്ത്, CISF അതായത് ആംഡ് ഫോഴ്സ് സെക്യൂരിറ്റി. അപ്പോ 4 പുറം ഫൗണ്ടൻ ബിൽഡിങ്ങിന്റെ വെള്ളം, എന്നിട്ടാണ് തീ കത്തിയത്. അവിടെ ഫയർ എഞ്ചിൻ ഉണ്ട്, ഓൾറെഡി ട്രെയിൻഡ് പേഴ്സണൽ താമസമുണ്ട്, അത് ഫയർ ഫൈറ്റിങ്ങിൽ ആളുകളുണ്ട്. പക്ഷേ എല്ലാം കത്തി നശിച്ച് ഒരു തുള്ളി വെള്ളം ഒഴിച്ചില്ല. അതിന്റെ പ്രധാന കാരണം എന്താ അറിയോ, ഇവർക്ക് അത് ചെയ്യണമെന്നുണ്ട് കമാൻഡറിന്റെ ഇൻസ്ട്രക്ഷൻ വേണം. അയാൾ ഡൽഹിയിലുണ്ടായിരുന്നു. അന്ന് മൊബൈലില്ല, ട്രങ്കാൾ ചെയ്യണം. അപ്പൊ ഇവര് ഇതില് CISFന്റെ അവിടെ ആ സമയത്ത് മറ്റേ ലോക്കൽ കാളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കോണ്ടാക്ട് ചെയ്ത് കണക്ട് ചെയ്ത് അയാൾക്ക് ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അയാൾ ഡൽഹിയിൽ എന്തൊരു മീറ്റിംഗ് ആയിപ്പോയാണ്. അപ്പോഴേക്ക് കത്തേണ്ടത് മുഴുവൻ കത്തി. അപ്പോ ഇതിന്ന് എന്താ മനസ്സിലാവണേ, ഈസി കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ല എങ്കിൽ പ്രശ്നങ്ങളെ സംഭവിക്കാം. പിന്നെ റിപ്പോർട്ട് റൈറ്റിംഗ് ആക്ച്വലി എന്താണ് ഫാക്ച്വൽ ഇത്, അതേമാതിരി എത്ര നാശനഷ്ടം, ജനങ്ങള് ഇഞ്ചേർഡ്, ജോബ് എത്ര ആളഞ്ഞി നശിക്കും, ജോബില്ല, അൺഎംപ്ലോയിഡ് ആവും, എന്ത് ചെയ്യും, അതൊക്കെ പറഞ്ഞിട്ട് ഉള്ള റിയൽ റിപ്പോർട്ട്. ടോട്ടൽ അതിന്റെ റോ മെറ്റീരിയൽ എത്ര പോയി, ക്യാപിറ്റൽ എക്യുപ്മെന്റ് എത്ര നശിച്ചു, ബിൽഡിംഗ് എത്ര നശിച്ചു, ഇതൊക്കെ വരും. നമ്മുടെ സ്റ്റോക്ക് പ്രൊഡ്യൂസ് ചെയ്ത കാറ്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് ആണ് വിചാരിക്കുക, ഇപ്പൊ മാരുതി ആയിരിക്കുക, അവരുടെയൊക്കെ ഗോഡൌണിൽ എത്ര കാറുണ്ടായിരിക്കും. അപ്പൊ എത്ര കാറ്, ഏതെല്ലാം മോഡല്, എന്തായിട്ട് വാല്യൂ, അങ്ങനെയൊക്കെ. പിന്നെ കൺക്ലൂഷൻ. അപ്പൊ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്, മേക്കിംഗ് ഫോർകാസ്റ്റ്, റെക്കമെൻഡേഷൻ. അതുകൊണ്ട് അടുത്ത് എന്താണ് റെക്കമെൻഡ് ചെയ്യുക, നിങ്ങളുടെ സജഷൻ. ആരാ കമ്മിറ്റി വെച്ചാൽ അവരുടെ റെക്കമെൻഡേഷൻ എന്താണ് ചെയ്യേണ്ടത്. ആദ്യം ഡെബ്രി റിമൂവ് ചെയ്യണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, അതിന് ഇൻഷുറൻസ് കമ്പനി വരണം. ആദ്യം കത്തിപ്പോയാൽ ആദ്യം ഇൻഷുറൻസ് കമ്പനി വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കും, മനസ്സിലായില്ലേ. സജസ്റ്റഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. അടുത്ത് എന്താണ് ഡിസിഷൻ എടുക്കേണ്ടത്, പ്ലാനിങ് ഇസ് എസെൻഷ്യൽ, ഇംപ്ലിമെന്റേഷൻ ഇസ് എസെൻഷ്യൽ. കമ്മ്യൂണിറ്റിയുടെ ആവശ്യമാണ്, അത്യാവശ്യമാണ്. NGOസിന്റെ പാർട്ടിസിപ്പേഷൻ വളരെ ആവശ്യമാണ്. NGOസിന്റെ ഈ ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുമ്പോൾ NGOസിന്റെ പാർട്ടിസിപ്പേഷനും വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ഡയമെൻഷൻ ഓഫ് ഡാമേജ് അസസ്മെന്റ്. ഇവിടെ എന്താ പറയണതെന്ന് വെച്ചാൽ, യെസ്, നേച്ചർ ഓഫ് ദ ഡിസാസ്റ്റർ, എന്താ, ഏത് ദിവസം, ടൈം, എക്സാക്ട് ലൊക്കേഷൻ, ഏത് പ്ലേസിൽ, ഡീറ്റെയിൽസ് ഓഫ് ദ ഒക്കറൻസ്, എങ്ങനെ സംഭവിച്ചു, ഷോർട്ട് സർക്യൂട്ട് ആണോ, എന്താണ്, പിന്നെ റെഗുലർ റിപ്പോർട്ട്, അതിനെ പറ്റിയിട്ടൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് റിപ്പോർട്ട് കൊടുക്കണം. ഡാമേജ് അസസ്മെന്റ് വർക്ക്, എക്സ്പെക്റ്റഡ് ഡേറ്റ് ആൻഡ് ടൈം ഓഫ് റെസ്റ്റോറേഷൻ. അപ്പൊ ചെറിയ ഇതുള്ളതെന്ന് വെച്ചാൽ അത് എപ്പോഴും റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ചെറിയ കൊച്ചു കാര്യങ്ങളാണെന്ന് വെച്ചാൽ കംപ്ലീഷൻ, പർട്ടിക്കുലർ ആക്ടിവിറ്റി, കൺസേൺ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ട് ഗ്രൂപ്പ്, ഇതൊക്കെ ഇങ്ങനെ. പിന്നെ യെസ്, അപ്പോൾ ഇതിന്റെ ഇമ്പാക്റ്റിനെ പറ്റി ഞാൻ പറഞ്ഞു. റിസോഴ്സസ് അവൈലബിൾ ഫോർ യൂസ്, പിന്നെ ഡയറക്ടറി ഇൻഫർമേഷൻ. പിന്നെ വേറെ കാര്യം, ഓരോരോ കമ്പനികളിലും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലും ഇൻ കേസ് ഓഫ് എനി എമർജൻസി ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്, ടെലിഫോൺ നമ്പർ വയ്ക്കണം. പോലീസ് സ്റ്റേഷൻ, ഫയർ, അതേമാതിരിയുള്ള ഇമ്പോർട്ടൻറ്റ് കളക്ടർ ആയിക്കോട്ടെ, വേറെ റവന്യൂ ഡിവിഷണൽ ഓഫീസർ ആയിക്കോട്ടെ, ആരുടെയൊക്കെ ആയാലും ഇമ്പോർട്ടൻറ്റ്, അതുപോലെ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ് ആയിക്കോട്ടെ, ഡയറക്ടർ ആയിക്കോട്ടെ, സെക്രട്ടറി ആയിക്കോട്ടെ, ആരായിക്കോട്ടെ,
എല്ലാം ഇമ്പോർട്ടൻറ്റ് ടെലിഫോൺ നമ്പർ എക്സിബിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ആ സമയത്ത് എവിടെ ഈ നമ്പർ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് ബുദ്ധിമുട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ പിന്നെ അപ്പോൾ വില്ലേജ് അതേമാതിരി ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ്, സെൻസസ്, ഡാറ്റ, ഇതെല്ലാം നോക്കണം. ഡയമണ്ട് ഷോർട്ട് ഡാമേജ് അസസ്മെന്റ് ഞാൻ പറയും. നേച്ചർ ഡീറ്റെയിൽസ്, പിന്നെ എക്സ്പെക്റ്റഡ് ഡേറ്റ്, അത് ഇതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അടുത്ത് റാപ്പിഡ് ഡാമേജ് അസസ്മെന്റ്. ഓക്കെ, ഇവിടെ എന്താണ് പറയുന്നത് വെച്ചാൽ നെയിം ഓഫ് ദ പ്ലേസ്, കോസിറ്റ്യൂർ എന്താണ് കാരണം, എന്തെങ്കിലും അപകടങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും കാരണം, എന്തുകൊണ്ട് അങ്ങനെ. നോക്കൂ, ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, കാരണം എന്താണ്, എങ്ങനെ സംഭവിച്ചു, നെയിം ഓഫ് ദ പ്ലേസ് ഭോപ്പാൽ, ഉദാഹരണം ഞാൻ പറയുന്നത്. കോസിറ്റീവ് ഫാക്ടേഴ്സ്, യെസ്, അവിടെ എന്താ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, അതെന്താ സംഭവിച്ചത്, അതെന്താ കാരണം, അത് പ്രോപ്പർ റെമഡിയൽ സിലിണ്ടർ എക്സ്പ്ലോഡ് ചെയ്തു. ഓക്കെ, അതിന്റെ കാരണം അൺസ്കിൽഡ് ലേബറാണ് ഓപ്പറേറ്റ് ചെയ്ത് മറ്റേ പ്ലാന്റ്. അവന് സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ എന്തോ ലൂസായപ്പോൾ ടൈറ്റ് ചെയ്യാൻ പോലും അറിയില്ല അവന്, അത് പൊട്ടിത്തെറിച്ചു പോരെ. അതുകൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ആക്സിഡന്റായി ഇന്നും അവശേഷിക്കുന്നു. ഡേറ്റ് ആൻഡ് ടൈം, എന്നാണ് അപകടം, സമയം, എല്ലാം. ഇത് രാത്രി 10 മണിക്കായിരുന്നു. മനസ്സിലായില്ലേ? ഏരിയ അഫക്റ്റഡ്, അതാണ് രസം. ഏരിയ പറഞ്ഞ ഹോൾ വില്ലേജ് അഫക്റ്റ് ആവും. ഇത് വില്ലേജ് അല്ല, ഹാഫ് ഓഫ് ദ സ്റ്റേറ്റിനെ അഫക്ട് ചെയ്തു കംപ്ലീറ്റ്. കാരണം എന്താ, എയറിൽ ഈ ഇതല്ലേ നമ്മുടെ പോയ്സണസ് ഗ്യാസ് അല്ലേ. അറിയാമോ അവിടെ എന്താ സംഭവിച്ചതെന്ന്? അതിന് ഏകദേശം 2-3 ദിവസം മുമ്പ് ഞാൻ അവിടെ വിസിറ്റിന്, ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഓഫീസ് ടൂറിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ട്രെയിൻ പാസ് ചെയ്യണ്ടായിരുന്നു ഭോപ്പാൽ സ്റ്റേഷനിൽ. അപ്പോൾ സ്റ്റേഷൻ മാഷ് കൊടി അങ്ങനെ വീശുന്നുണ്ടായിരുന്നു വണ്ടി പോകാൻ. കൊടി വീശി അയാൾ അങ്ങനെ വീണ് മരിക്കുകയാണ്. ഈ ട്രെയിനിലെ നമ്മുടെ ലോക്കോ പൈലറ്റ് വണ്ടി ഓടിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ഭോപ്പാൽ സ്റ്റേഷൻ കുറേ കഴിഞ്ഞ് അയാള് ശ്വസിച്ച് മരിച്ചു. വണ്ടി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം പോയ്സൺ ഗ്യാസ്. മനസ്സിലായില്ലേ? ഏരിയ അഫക്ട് ഹോൾ ഏരിയ. ഇപ്പൊ നാഗസാക്കി, ഹിരോഷിമ ഹോൾ ഏരിയ അല്ലേ അഫക്ട് ചെയ്ത്. ചെർണോബിൾ ഹോൾ ഏരിയ അല്ലേ അഫക്ട് ചെയ്ത്. അപ്പോൾ ഏരിയ അഫക്ട്, ടോട്ടൽ നമ്പർ ഓഫ് വില്ലേജ്, അതിൽ എത്ര വില്ലേജ് ഉണ്ട്? ഭോപ്പാലില് അനവധി വില്ലേജ്. ഇത് ഇൻ കേരള എൻഡോസൾഫാൻ. എത്ര അഫക്ട് ചെയ്ത്? നീബർഹുഡ് ആൾസോ അഫക്ട് ചെയ്യും, അടുത്തത് അഫക്ട് ചെയ്യും. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ കൂടംകുളം ഇതുണ്ട്, നമ്മുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ന്യൂക്ലിയർ അതിൻ്റെത് ട്രിവേൻഡ്രത്തില് 100 കിലോമീറ്റർ അവേയാണ് ട്രിവേൻഡ്രം. അപ്പൊ അഫക്റ്റഡ് ഏരിയ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും അഫക്ട് ചെയ്യും. ടോട്ടൽ പോപ്പുലേഷൻ, അവിടുത്തെ പോപ്പുലേഷൻ നോക്കണം. ഡിസാസ്റ്റർ അസസ്മെന്റ്, അതായത് ജനവാസം, അത് നമ്മൾ നോക്കണം. പിന്നെ അടുത്ത് ഫ്രെയിം വർക്ക് ആൻഡ് മെത്തേഡ്, ഇനീഷ്യൽ സിറ്റുവേഷൻ ഓവർവ്യൂ, നീഡ് അനാലിസിസ്, അസസിങ് ലോസ് പറഞ്ഞു, ഡാമേജ് പറഞ്ഞു, ഹൗസിങ് അഫക്ട് ചെയ്ത ആളുകളുടെ കമ്മ്യൂണിറ്റി ഇൻഫ്രാസ്ട്രക്ചർ അസസിങ്, അവിടെയൊക്കെ 4 പറ ആരാണ്, എങ്ങനെയാണ്, ഹെൽപ്ഫുൾ ആണോ. പിന്നെ ഡാമേജ് ടു എൻവയോൺമെന്റ് ഡാമേജ്, പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും മരിച്ചു വീഴും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ കേട്ടോ. അസസിങ് ഡാമേജ് ടു എൻവയോൺമെന്റ് വളരെ ഭയാനകമാണ് ഇത്തരത്തിൽ. അഗ്നിപർവ്വതം, നിങ്ങൾ വിചാരിക്കുന്നത് അവിടെ ഈവൻ ആ വനത്തിലുള്ള മുഴുവൻ മൃഗങ്ങളും പക്ഷികളും ചത്തുവീഴും. മനസ്സിലായില്ലേ? അപ്പൊ എത്രത്തോളം ഇതിന്റെ ഡാമേജ് ഉണ്ട്, ലൈവ്ലിഹുഡ്. അത് പിന്നെ അതില് നമ്മുടെ കാട്ടിൽ നിന്നും ഓരോന്ന് കിട്ടി തേനും അതും തന്നെ കിട്ടി ജീവിക്കുന്നവരല്ലേ നമ്മുടെ ട്രൈബൽസ്, അവരെ പറ്റിയില്ലേ ലൈവ്ലിഹുഡ്. എക്കണോമിക് ലോസസ്, ഈ അപകടം വരുമ്പോ എക്കണോമിക് ലോസ് എന്തായിരിക്കും? അതിഭയങ്കരമായിരിക്കും. പ്ലാന്റ് പലതും കൂട്ടേണ്ടി വരും, അങ്ങനെ എല്ലാം പലതും കൂട്ടേണ്ടി. അപ്പൊ എക്കണോമിക് ലോസ് ഭയങ്കരമായിരിക്കും. മനസ്സിലായില്ലേ? ഇത് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം, എന്താ എക്കണോമിക് ലോസ് എന്ന് നോക്കൂ. ഈ 89-ല് ഞാൻ പറഞ്ഞ ഈ ഫയർ ഇൻസിഡന്റ് ഉണ്ടായിട്ട്, ഈ ഒറ്റ ഫയർ ഇൻസിഡന്റ് ഒരു നെഗ്ലിജന്റ് ആയിരുന്നു ഒരു പയ്യന്റെ. ആ പയ്യൻ, അതായത് ഗ്യാസ് പ്ലാന്റ് 4 പുറം വലിയ പ്ലാന്റ് ഉണ്ടായിരുന്നു, വലിയ ഓർഗനൈസേഷൻ ആയിരുന്നു. അവിടെ അവൻ ഓർക്കാതെ ഫസ്റ്റ് ഷിഫ്റ്റിന്റെ ആ ടൈമിൽ 8 മണിക്ക് 8 PM ആ സമയത്ത് ബീഡി മരിച്ചിട്ട് ഒരു ബംഗാളത്തെ ഒരാളായിരുന്നു, ഒരു പയ്യൻ. അവൻ ബീഡി മരിച്ചിട്ട് എന്തോ ആലോചിച്ചിട്ട് ആ ബീഡി കൊണ്ട് വലിച്ചെറിഞ്ഞു. അവിടെ ഗ്യാസ് പ്ലാന്റിലാണ് അവിടെ. അതിൽ നിന്നാണ് പൊട്ടിത്തെറിച്ച്. നോക്കൂ,
ഒരു നെഗ്ലിജന്റ് ഒരാളുടെ സൈഡിൽ നിന്ന് എന്താ സംഭവിച്ചറിയോ? Ignorance or negligence on the part of an individual will be affected considerably to the nation. 20 കൊല്ലം ഇന്ത്യ പിന്നിലേക്ക് പോയി. കാരണം ആ പ്ലാന്റ് ഫങ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വെരി ലാർജ് സർക്യൂട്ട് ഇൻറ്റിഗ്രേറ്റഡ് ഇത് ഉണ്ടാക്കുന്നതാണ്. അത് നമ്മുടെ മിസൈലും മറ്റതില് ഉപയോഗിക്കുന്ന ടെലികമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്നതായിരുന്നു അത്. അതിനെ രണ്ടാമത് റീ എസ്റ്റാബ്ലിഷൻ 20 കൊല്ലം. മനസ്സിലായോ? അപ്പോൾ ചെറിയ ഒരു സിംഗിൾ ഒരു ഇൻസിഡന്റ് നമ്മുടെ നേഷനെ എത്ര അഫക്റ്റ് ചെയ്യണമെന്ന് ഗൗരവം മനസ്സിലാക്കണം. ഒന്നും കൂടി ഞാൻ പറയാം, വേറെ ബാക്കി ഡീമേ, കാരണം ഞാൻ ഐ വാസ് ദർ, ദാറ്റ്സ് വൈ ഐ ആം ജസ്റ്റ് ടെല്ലിങ് യു. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയില്ല, ഒരു ഇൻസിഡന്റും കൂടി പറഞ്ഞിട്ട് അപ്പം നിങ്ങൾക്ക് ഇതിന്റെ സീരിയസ് എന്ന് മനസ്സിലാവും. ഇൻ ISRO മെനി ഇയേഴ്സ് എഗോ നമ്മുടെ നമ്പി നാരായണൻ, ഗ്രേറ്റ് സയന്റിസ്റ്റ്, അദ്ദേഹത്തിന് എന്തോ കാര്യത്തിൽ, ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല, അറസ്റ്റ് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. ക്രയോജനിക് എഞ്ചിൻ അതുണ്ടാക്കുന്നതിലെ അഗ്രഗണ്യനായ സയന്റിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. അയാളെ എന്തൊക്കെ കാരണം പറഞ്ഞിട്ട് ആരോ പറഞ്ഞിട്ട് അയാളെ അറസ്റ്റ് ചെയ്തു. അയാള് അവിടുന്ന് പോന്നു ISROയില്. 15 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആ ഒരു ഇത് വേറൊരു സയന്റിസ്റ്റിനോ ഒരു ടീമിനോ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ ഏകദേശം ഒരു പ്രിലിമിനറി സ്റ്റേജിലെത്തിയത്. 15 കൊല്ലത്തിന് ശേഷം സ്പേസ് പ്രോഗ്രാമില് ഈ ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം മറ്റുള്ള ഫോറിൻ കൺട്രീസ് തരുമായിരുന്നില്ല. USSR, റഷ്യ, ചൈന ഇവർ തരില്ല. നമുക്ക് തന്നെ ആ ഡെവലപ്മെന്റിൽ അഗ്രഗണ്യനായ സയന്റിസ്റ്റ് ആയിരുന്നു ഇയാള്. അയാളെ ഇപ്പൊ എല്ലാം വിട്ടു. പാവങ്ങളെ അയാൾക്ക് ഇതും കൊടുത്തു, കോമ്പൻസേഷൻ കൊടുത്തു, എല്ലാം കൊടുത്തു. സുപ്രീം കോടതി പറഞ്ഞു അയാളിൽ യാതൊരു തെറ്റുമില്ല എന്ന്. പക്ഷേ 15 കൊല്ലം നമ്മുടെ സ്പേസ് പ്രോഗ്രാമിലെ ഈ ക്രയോജനിക് എഞ്ചിൻ വിച്ച് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് തിങ്, അത് പറ്റിയില്ല. അപ്പൊ ഓർക്കണം, ഒരു ചെറിയ കൊച്ചു കാര്യം നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ സ്റ്റേറ്റിന് ചില സമയത്ത് എങ്ങനെ സെറ്റ് ബാക്ക്, അതേമാതിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പൊ ഈച്ച് ഇൻഡിവിജ്വൽ ഹാസ് ടു ടേക്ക് അറ്റ്മോസ്റ്റ് കെയർ ടു ഇറാഡിക്കേറ്റ് ദിസ് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ റിമൂവ് ദിസ് ടൈപ്പ് ഓഫ് ഹഡിൽസ്. അതേമാതിരി നമ്മൾ വളരെ ശ്രദ്ധാപൂർവം, അതേമാതിരി എക്കണോമിക് ലോസ് ഉണ്ടായിരിക്കും, അതേമാതിരി പിന്നെ ഡയറക്റ്റ് ഡാമേജസ് ഉണ്ടാവും, ഇൻഡയറക്റ്റ് ഡാമേജസ് ഉണ്ടായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം, ഇതിലെ ഇനീഷ്യൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ സിറ്റുവേഷൻ നമ്മൾ ഓവർവ്യൂ ചെയ്യണം, നീഡ് അനാലിസിസ് വേണം, പിന്നെ ഹാബിറ്റ് ആൻഡ് മാപ്പിംഗ്, അതേമാതിരി ജനവാസം, 4 പേരും ആരൊക്കെയാണ് താമസിക്കുന്നത്, അത് കാരണം ഏതെല്ലാം വിധത്തിൽ ആളുകൾ താമസിക്കേണ്ടത്, അതൊക്കെ പൊന്നിക്കോളൂ. നമ്മുടെ എൻഡോസൾഫാൻ ആയിക്കോട്ടെ, ഈ ഭോപ്പാൽ ഗ്യാസ് സ്റ്റേജ് ആയിക്കോട്ടെ, 4 പുറം എത്ര ലക്ഷക്കണക്കിന് ജനങ്ങൾ, ആയിരക്കണക്കിന് ജനങ്ങളാണ് താമസിക്കുന്നത്. അപ്പൊ അതിന്റെ മാപ്പിംഗ്, പിന്നെ ഇൻഫർമേഷൻ, അതേമാതിരി ഗവൺമെന്റിൽ നിന്ന് ഇൻഫർമേഷൻ വേണം, അതേമാതിരി ഡാമേജ് കാറ്റഗറി വൈസ് അപകടങ്ങൾ സംഭവിച്ചു, ബിൽഡിംഗ് എത്ര അപകടം, അതേമാതിരി വേറെ എന്തെങ്കിലും എന്തെല്ലാം അപകടം, വെള്ളം ഇതാവും, പൊല്യൂട്ടഡ് ആവും, അപ്പൊ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടാവില്ല, വൾണറബിൾ കാറ്റഗറി ആയിരിക്കും പല സമയത്തും. അങ്ങനെ അസസിങ് ഡാമേജ്, ലോസ്, ഹ്യൂമൻ ലൈഫ് എത്ര മരിച്ചു. പക്ഷേ ഈ മരണ സമയത്ത് ആളുകൾ ആക്ച്വൽ ഫാക്ട് കൊടുക്കില്ല. അതായത് 500 ആൾ മരിച്ചിട്ടുണ്ടെങ്കിൽ 50 ആൾ മരിച്ചു എന്ന് പറയും. ഞാൻ പറയാം, റെയിൽവേ ആക്സിഡന്റിൽ ഐ വാസ് ഇൻ ബോംബെ, 100-200 ആളിട്ട് മരിച്ച സമയത്ത് 20 ആള് മരിച്ചു എന്നൊക്കെ റിപ്പോർട്ട് വന്ന്, ബാക്കി റിപ്പോർട്ട് ചെയ്തില്ല. അപ്പൊ ആക്ച്വൽ ഫാക്ട് നമുക്ക് അറിയില്ല ചില സമയത്ത്. ഞാൻ ഒരു കാലത്തെ 30-40 കൊല്ലത്തെ മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ആക്ച്വൽ ഫാക്ട് നമുക്ക് അറിയില്ല ചില സമയത്ത്. അപ്പൊ ആക്ച്വൽ ഫാക്ട് അറിഞ്ഞാലാണ്, കാരണം ആളുകൾ ശ്രദ്ധിക്കും, കാരണം എന്താ അറിയോ, പേടിക്കും. അപ്പൊ അതുകൊണ്ട് ആക്ച്വൽ ആയിട്ട് പറയില്ല ചില സമയത്ത് എത്ര മരിച്ചു, അല്ലെങ്കിൽ ഒരാളുടെ മരണം പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യില്ല. അത് വളരെ ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടല്ലോ, വളരെ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അൺനെസസറി ടെലകാസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ നിർത്തണം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വളരെയധികം സെറ്റ് ബാക്ക് ഉണ്ടായിരിക്കും. അത് മെല്ലെ മെല്ലെ അതിനൊക്കെ ഒരു ഇതുണ്ട്. നമ്മുടെ ദൂരദർശനിൽ നോക്കിക്കോളൂ എങ്ങനെ ന്യൂസ് റീഡിങ് എന്ന്. ഒരാൾ മരിച്ചാൽ തന്നെ ഇയാൾ സീരിയസ് ആണ്, കുറച്ചും കൂടി സീരിയസ് ആണ്. അപ്പൊ എന്തുണ്ട്, നമ്മൾ തയ്യാറെടുപ്പെടുത്തു, അയാളിങ്ങനെ സീരിയസ് ആണ്, കുറച്ചും സീരിയസ് ആണ്, വെന്റിലേറ്ററിലാണ്. അവസാനം കുറെ ന്യൂസ് കഴിഞ്ഞിട്ട് അത് പറഞ്ഞു, വളരെ സോറി ടു സേ അദ്ദേഹം മരണപ്പെട്ടു. നേരെ മറിച്ച് നമ്മളെ പെട്ടെന്ന് ചില സമയത്ത് ഇതുണ്ടാവുമ്പോൾ ഷോക്ക് ഉണ്ടാവും കംപ്ലീറ്റ് ചിലവർക്ക്. അപ്പൊ ഈ ന്യൂസ് റീഡിങ് ഒക്കെ
അതേമാതിരി സോഷ്യൽ മീഡിയ യൂസേജ് ഒക്കെ വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം. അപകടങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ ആക്ച്വൽ ഫാക്ട് അറിഞ്ഞിട്ട് വേണം. അത് മാത്രമല്ല, മീഡിയ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഫാക്ട് ഷുഡ് ബി അസസ്ഡ് ഫ്രം ദ കൺസേൺഡ് ഏജൻസി. കറക്റ്റ് ഇൻഫർമേഷൻ മാത്രമേ കൊടുക്കാവൂ. കാരണം അത് പ്രശ്നമായിട്ട് പരിണമിക്കും. കറക്റ്റ് അല്ലാത്ത ആളുകൾ പേടിക്കും. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ അസസിങ് ഡാമേജ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻവയോൺമെന്റിനെ പറ്റി പറഞ്ഞു, ഇൻഫ്രാസ്ട്രക്ചർ മാപ്പിംഗ്, ഏരിയ ലെവൽ അതും പറഞ്ഞു. പിന്നെ ഫോട്ടോഗ്രാഫ്. ഇതിനൊക്കെ ചില സമയത്ത് നമുക്ക് ഫോട്ടോഗ്രാഫ് ചിലത് ക്ലിയർ കട്ട്, അതെങ്ങനെ വെച്ചാൽ ഈ റിമോട്ട് സെൻസിങ് ഉണ്ട്, അതേമാതിരിയുള്ള ഇതൊക്കെ എങ്ങനെ ഇതിൻ്റെ എല്ലാം ഫോട്ടോഗ്രാഫ് എടുക്കേണ്ടി വരും ചില സമയത്ത്. കാരണം ഇത് റെക്കോർഡാണ്. ഇൻഷുറൻസ് കമ്പനി ക്ലെയിം ചെയ്യുന്ന ഫോട്ടോഗ്രാഫാണ്. ഏതെല്ലാം നശിച്ചു, ബിൽഡിംഗ് അതെല്ലാം കൊളാപ്സായി, ഇതിൻ്റെ ഫോട്ടോഗ്രാഫ് ഇതെല്ലാം റെക്കോർഡാണ്. കൊല്ലങ്ങളോളം സൂക്ഷിക്കും, കൊല്ലങ്ങളോളം. മനസ്സിലായില്ലേ ഫോട്ടോഗ്രാഫ്? അപ്പോൾ ഈവൻ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ കഴിഞ്ഞ ഫോട്ടോ ഇപ്പോഴും ഉണ്ടല്ലോ. അതേ പ്രകാരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ എല്ലാം ഫോട്ടോഗ്രാഫ്, അതാണ് എവിഡൻസ് ആണ്. കോടതിയിൽ പോലും അത് എവിഡൻസ് ആണ്. അത് ശ്രദ്ധിക്കണത് ഫോട്ടോഗ്രാഫ്. പിന്നെ ഏരിയ സർവേ. അപ്പോൾ ഡേഞ്ചറസ് ആയിട്ടുള്ള സോണൊക്കെ ഉണ്ടല്ലോ, നമ്മൾ സർവേ ചെയ്യണം. പിന്നെ അപകടകരമായിട്ട് ജനങ്ങളെ അറിയിക്കണം. റിസോഴ്സ് മാപ്പിംഗ്. പിന്നെ അത് മാത്രമല്ലല്ലോ, ഈ മനുഷ്യരുടെ ഇപ്പൊ അഗ്രികൾച്ചറോ ലാൻഡ്സ്കേപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലൈവ്ലിഹുഡ് എത്രത്തോളം അഫക്ട് ചെയ്തു. ചിലർ മൃഗങ്ങളെ, പശു പാലെടുത്ത് ജീവിക്കുന്നവരുണ്ട്, പശുക്കളെല്ലാം ചത്തുപോയിട്ടുണ്ടാവും. അപ്പോ എത്രത്തോളം അവർ അഫക്ട് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് ഡാമേജസ്, ഇൻഡയറക്റ്റ് ഡാമേജസ് എത്രയാണ്. ജോലി പോവും ചിലപ്പോ, മനസ്സിലായോ? അപ്പൊ കുടുംബത്തിന് അഫക്ട് ചെയ്യില്ലേ? അപ്പൊ അതേമാതിരി അതെന്താ ഇത്. പിന്നെ ഇമ്പാക്ട്, ഹെൽത്ത്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഹെൽത്ത്. ഈ അപകടങ്ങളിലെല്ലാം നമുക്ക് ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്നതാണ്. നോക്കൂ, ഫ്ലഡ്, മലേറിയ, ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടാവില്ല, എപ്പിഡമിക്, ശവങ്ങള് അല്ലെങ്കിൽ മരിച്ച മൃഗങ്ങള്, ഇതൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടാവും. അപ്പൊ അതിനെ ശ്വസിക്കുന്നു നമുക്ക് വാട്ടർ ബോൺ ഡിസീസസ്. അപ്പോൾ നമ്മുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇമ്പാക്ട് ഓഫ് ഡിസാസ്റ്റർ, സോഷ്യൽ. മനുഷ്യന്, അതായത് ശാരീരികമായി പല ഇതുണ്ടാവും. നമുക്ക് വളരെ 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 ഡിസപ്പോയിന്റഡ് ആയിരിക്കും. അതേമാതിരി നമ്മുടെ എല്ലാം നശിച്ചു പോയി, രക്ഷിതാക്കന്മാർ പോയിട്ടുണ്ടാവും, വേറെ എല്ലാവരും ചേട്ടൻ പോയിട്ടുണ്ടാവും, അനുജത്തി പോയിട്ടുണ്ടാവും, വേറെ അങ്ങനെ പല എക്കണോമിക്കൽ ലോസ് ഉണ്ടായിരിക്കും. പിന്നെ വളരെയധികം നിരാശയുള്ള സമയമാണ്. അപ്പൊ അതെല്ലാം അത് മനുഷ്യനെ ഒരു ഭ്രാന്തനാക്കും, ശരിക്കും മാനസിക രോഗിയാക്കും. അപ്പൊ പ്രോപ്പർ കൗൺസിലിങ്ങിലൂടെ മാത്രമേ അദ്ദേഹത്തിനെ അല്ലെങ്കിൽ അവരെ, സ്ത്രീയോ പുരുഷനോ അവരെ നമ്മുടെ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരാൻ പറ്റൂ. കാരണം അവരുടെ എല്ലാം നശിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ രോഗബാധിത ഉണ്ടായിരിക്കും, അങ്ങനെ പലതും, വീടുകളെല്ലാം തകർന്നു പോയിട്ടുണ്ടാവും. അപ്പൊ അതും നമ്മളെ ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ അസസ്മെന്റ് ഓഫ് ഇമ്പാക്ട് ഡിസാസ്റ്റർ. പിന്നെ സ്ത്രീകള്, ഇത് ലാസ്റ്റത്തെ ഞാൻ പറയണത്. കാരണം ചില സ്ത്രീകളെ ഒരു വീട്ടിലെ അവരുടെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ പുരുഷന്മാർ പറയാം, നീ അവിടെ തന്നെ ഇരുന്ന കുഴപ്പമില്ല എന്ന് പറയും. ചിലപ്പോൾ അവിടെ തന്നെ ഇരുന്നെങ്കിലായിരിക്കും ആ വീട് ഒലിച്ചു പോകുന്നത്. അപ്പൊ സ്ത്രീകളുടെ പറയുന്ന അഡ്വൈസ് നമ്മൾ കേൾക്കണം. ആ വീട്ടിൽ സ്ത്രീകളായിക്കോട്ടെ ആരായിക്കോട്ടെ, ഡിസാസ്റ്ററിനെ പറ്റി അവരുടെ അഭിപ്രായം നമ്മളെ കാര്യമായി അല്ല, ഞാൻ പറയുമ്പോൾ നീ കേൾക്കെന്ന് പറഞ്ഞിട്ട് വീരവാദം മുഴക്കരുത്. അവർ പറയുന്നത് നമ്മൾ കേൾക്കണം. ഇനി അപ്പോൾ അസസിങ് ഇമ്പാക്ട് ഓഫ് ഓൺ ഹെൽത്ത് പറഞ്ഞു, സൈക്കോ സോഷ്യൽ ഇമ്പാക്ട് ഓഫ് ഡിസാസ്റ്റർ, മാനസിക ഇമ്പാക്ട്. മാനസിക, ഒരു നിമിഷം കൂടി ഞാൻ പറയാം. പണ്ട് ഈ മുല്ലപ്പെരിയാറിന്റെ ഈ പ്രശ്നം വന്നപ്പോ അവിടുത്തെ കുട്ടികളെല്ലാം സ്കൂളിൽ പോവാതെ മാനസിക രോഗികളായി ചില സമയത്ത് ഓരോരുത്തർ. കാരണം പെരിയാറിന്റെ റിവറിലുള്ള ബിൽഡിങ്ങിൽ താമസിക്കുന്നവരെ എപ്പോഴാ വെള്ളം എടുത്തുകൊണ്ട് പോയി ബിൽഡിങ്, അങ്ങനെയൊക്കെ മാനസിക ഇമ്പാക്ട് ഇത് വരും ഡിസാസ്റ്ററിന്. അത് സ്ത്രീകൾക്കും അതേ പല പ്രശ്നങ്ങളും വരും, മാനസിക വിഷമങ്ങളും ഒക്കെ പലതും വരും. അപ്പൊ അങ്ങനെ conclusion of this, damage assessment is an important aspect in the field of disaster management. അപ്പോൾ ഡാമേജ്, എത്രത്തോളം നാശനഷ്ടം വന്നു, അത് in this unit we have covered various elements, assessment, framework and methods of damage assessment. Okay, increasing the efficiency, effectively, okay, effectiveness of post disaster damage. ഡിസാസ്റ്റർ കഴിഞ്ഞിട്ട് എന്താണ് വേണ്ടതെന്ന് ലീഡ് ടു എഫക്റ്റീവ് ഇത് കഴിഞ്ഞിട്ട് ഇവരെ റീഹബിലിറ്റേറ്റ് ചെയ്യണം. വീട് എന്തൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും, റീകൺസ്ട്രക്ഷൻ ചെയ്യേണ്ടി വരും.
ബിൽഡിങ് പലതും പാലങ്ങൾ പൊളിഞ്ഞിട്ടുണ്ടാവും, റിക്കവറി ആൻഡ് ഓൾസോ ബാക്സ് റീസൈലൻസ് ഓഫ് ദ സൊസൈറ്റി. അങ്ങനെ സൊസൈറ്റിക്കും നമ്മുടെ സൊസൈറ്റിക്ക് ആത്മവിശ്വാസം കൊടുക്കുന്നതും അതേമാതിരി തകർന്നു പോയ ഓരോരോ റോഡോ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മളെ രണ്ടാമത് റീബിൽഡ് ചെയ്തിട്ട് പണ്ടത്തെ അതേമാതിരി ജനങ്ങളെ വിശ്വാസയോഗ്യരാക്കണം. താങ്ക് യു വെരി മച്ച്.